സഹോദരി, നിന്റെ പ്രാർത്ഥന കുറയരുത്. ഈ 3-ാം ദിനം രാത്രിയിൽ നിന്റെ പ്രാർത്ഥനയുടെ ശക്തി വ്യാപരിക്കുമ്പോൾ ഇതുവരെ നടക്കത്തില്ലെന്ന് നിന്റെ കുടുംബത്തിനെതിരെ പിശാച് വിധി എഴുതിയ വിഷയങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കാൻ പോകുകയാ. ഞാൻ അത് ആത്മാവിൽ കാണുകയാ. ഈ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥനയുടെ ശക്തിയാൽ അത്ഭുതങ്ങളെ റിസീവ് ചെയ്യുന്നത് ഒടുക്കത്തേക്ക് മാറ്റരുത്. ഈ ആലോചനയുടെ തുടക്കത്തിൽ, ഈ കൂട്ടായ്മയുടെ ഓരോ ഘട്ടത്തിലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവശക്തിയുടെ അസാധാരണമായ ഒരു ബലം ഇപ്പോൾ തന്നെ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി വരികയാണ്. ആത്മാവിൽ ദൈവബലത തിരിച്ചറിയട്ടെ. നിങ്ങളുടെ പുറമെയുള്ള മനുഷ്യന്റെ ജീവൻ നിലനിൽക്കപ്പെടണമെങ്കിൽ ശ്വാസോച്ഛ്വാസം ഇടതടവില്ലാതെ നടക്കപ്പെടണം. ഒരൊറ്റ മിനിറ്റിൽ ശ്വാസം നിലച്ചാൽ എന്താ സംഭവിക്കും നമുക്കറിയാം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അകത്ത മനുഷ്യൻ ബലപ്പെട്ടിരിക്കണമെങ്കിൽ, അകത്ത മനുഷ്യൻ ശക്തിയുള്ളതായിരിക്കണമെങ്കിൽ, അകത്ത മനുഷ്യൻ ബലവാനായിരിക്കണമെങ്കിൽ നിങ്ങളുടെ ശ്വാസ ഉച്ഛ്വാസമായി പ്രാർത്ഥന മാറ്റപ്പെട്ടാൽ യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ ലൈഫിൽ സംഭവിക്കാൻ പോകും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ അതിനുവേണ്ടി തയ്യാറാകുന്നുണ്ട്? ദൈവദാസന്മാരെ, നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരം നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സെന്റർ അല്ല, നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സെന്ററിന്റെ സെന്റർ പാസ്റ്റർ അല്ല, നമ്മുടെ ഓർഗനൈസേഷന്റെ ലേബൽ അല്ല. നമ്മൾ നിലനിൽക്കപ്പെടുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ സന്നിധിയിൽ നീ മുട്ടിപ്പായിരുന്നു പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലെ അധികാരമാ നിന്നെ നിലനിർത്തുന്നതെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിയട്ടെ. ദൈവപൈതലെ, പോരാട്ടങ്ങളുമായി നിന്റെ കുടുംബത്തോട്, നിന്റെ ജീവിതത്തോട്, നിന്റെ തലമുറയോട് പോരാടുവാൻ വരുന്ന ശത്രുവിനെതിരെ നിന്റെ ആയുധം പോരിന്റെ ആയുധമല്ല, ജഡിക ആയുധമല്ല. പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് പോരാടാൻ ഇന്നു രാത്രിയിൽ തയ്യാറായാൽ യേശുവിൻ നാമത്തിൽ വിടുതൽ നടക്കാൻ പോകുകയാ. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി, ശക്തിയോടെ കരങ്ങൾ ഉയർത്തി വായികളെ തുറന്ന ദൈവ സാന്നിധ്യത്തിനായി ഏൽപ്പിക്കപ്പെടട്ടെ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. വളരെ ആവലോടെ ശ്രദ്ധയോടെ വചനം കേൾക്കുവാനായിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം യേശുവിന്റെ രഹസ്യ പ്രാർത്ഥനയല്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം ഒരു കല്ലേറ് ദൂരം മാറിപ്പോയിരുന്ന ശിഷ്യന്മാരിൽ നിന്നും വേറിട്ടിരുന്ന പിതാവുമായിട്ട് നടത്തിയ രഹസ്യ സംഭാഷണമല്ല. അവർ കേൾക്കെ ശിഷ്യന്മാരോട് ചേർന്നിരുന്ന് ഉറക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അത് യേശുവിൻ്റെ വിടവാങ്ങൽ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. യേശു 3.5 വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷ തികച്ച ശേഷം ഭൂമിയിൽ നിന്നും എടുക്കപ്പെടുവാനുള്ള സമയമായി എന്ന് തിരിച്ചറിഞ്ഞ്, അതിലേറെ മാനവരാശിയുടെ പാപപരിഹാരാർത്ഥം കാൽവറിയിൽ തകർക്കപ്പെടേണ്ട സമയമായി എന്ന് തിരിച്ചറിഞ്ഞ് 16-ാം അധ്യായത്തിൽ നടത്തിയ ഫാർവെൽ മെസ്സേജ്, കടന്ന് യാത്രയയപ്പിന്റെ സന്ദേശം, യാത്ര പോകുന്ന യേശു ശിഷ്യന്മാരെ അടുക്ക് വിളിച്ച് സംസാരിച്ച ഭാഗമാണ് 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അവർ ഇടറിപ്പോകാതിരിപ്പാൻ, അവർ ചിലത് ഓർക്കേണ്ടതിന്, അവരെ സത്യത്തിന്റെ ആത്മാവ് വഴി നടത്തും എന്ന് അറിയിക്കാൻ, അവരെ ദൈവത്തിന്റെ ആത്മാവ് മഹത്വപ്പെടുത്തും എന്നറിയിക്കാൻ, അവരുടെ ദുഃഖം സന്തോഷമായി തീരും എന്ന് അവരെ അറിയിക്കാൻ. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. ഞാൻ കടന്നുപോയി കഴിഞ്ഞാൽ എൻ്റെ നാമത്തിൽ വിളിച്ചപേക്ഷിച്ചാൽ നിങ്ങൾക്ക് ഉത്തരമരുളുവാൻ ഞാൻ അടുക്കൽ തന്നെ ഉണ്ടെന്നവരെ അറിയിക്കുവാൻ, അതിലേറെ അവർക്ക് യേശു കടന്നുപോയി കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന മനോവ്യഥയെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും, സമാധാനം നിങ്ങൾക്കുണ്ടാകേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി ഞാനിത് സംസാരിക്കുന്നെന്ന് പറയുവാൻ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ 16-ാം അധ്യായത്തിൽ വിടവാങ്ങൽ സന്ദേശം യേശു നൽകി കൊടുക്കുകയാണ്. വിടവാങ്ങൽ സന്ദേശത്തിന് ശേഷം അവരോട് വിടവാങ്ങി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിനെ അല്ല നമ്മൾ കാണുന്നത്.
17-ാം അധ്യായം അവരുടെ മുന്നിലിരുന്ന് വിടവാങ്ങൽ പ്രസംഗത്തിന് ശേഷം നടത്തിയ വിടവാങ്ങൽ പ്രാർത്ഥനയാണ് 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, അവർ കേൾക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനയുണ്ട്, രഹസ്യ പ്രാർത്ഥനയുണ്ട്, പരസ്യ പ്രാർത്ഥനയുണ്ട്. യേശു നടത്തുന്നത് പരസ്യ പ്രാർത്ഥനയാണ്. എല്ലാവരും കേൾക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തന്റെ ശിഷ്യന്മാർ തന്റെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കണം എന്ന താല്പര്യത്തോടെയാണ് യേശു ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ജനത്തിനു വേണ്ടി മധ്യസ്ഥത അണച്ചുകൊണ്ട് യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മൾ അവിടെ കാണുന്നത്. അതിലേറെ യേശുവിന്റെ യാഗം അടുത്തു എന്ന്, കാൽവരി ക്രൂശിൽ താൻ മരിക്കാൻ പോകുന്നു, അത് മനസ്സിലാക്കി യേശു പ്രാർത്ഥിക്കുകയാണ്. അതിലേറെ ഇതൊരു കുടുംബ പ്രാർത്ഥനയാണ്. ഹലോ, യേശു 17-ാം അധ്യായത്തിൽ നടത്തുന്നത് ഒരു കുടുംബ പ്രാർത്ഥനയാണ്. എന്തുകൊണ്ട്? യേശുവിന്റെ കുടുംബം ആരാണ്? യേശുവിനെ 3.5 വർഷക്കാലം അനുധാവനം ചെയ്ത് തന്റെ വചനം കേട്ട് വചനമനുസരിച്ച് തന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തി തന്റെ വചനത്തിന്റെ മുന്നിൽ കീഴ്പ്പെട്ട് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ തയ്യാറെടുത്ത് തന്നോടൊപ്പം താമസിച്ച് തന്നോടൊപ്പം ഭക്ഷിച്ച് തന്നോടൊപ്പം കിടന്നുറങ്ങി തന്നോടൊപ്പം പ്രാർത്ഥിച്ചവരാണ് യേശുവിന്റെ അമ്മയും യേശുവിന്റെ സഹോദരനും സഹോദരിയും. അപ്പോൾ ആരാണ്? ശിഷ്യന്മാർ അവന്റെ കുടുംബാംഗങ്ങളാണ്. അങ്ങനെയെങ്കിൽ 17-ാം അധ്യായത്തിലെ യേശുവിന്റെ പ്രാർത്ഥന കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഹലോ, കുടുംബ പ്രാർത്ഥനയാണെന്ന്. കുടുംബ പ്രാർത്ഥനയുണ്ടോ? നിങ്ങൾ 3 മണിക്കൂർ മുഴങ്കാലിരുന്ന് ദൈവവുമായി മൽപ്പിടുത്തം നടത്തുന്ന അഭിഷക്തനായിരിക്കാം, ദൈവദാസനായിരിക്കാം, ഒരു പ്രാർത്ഥനാ വീരയായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവിന് ചോദിക്കാനുള്ളത് കുടുംബ പ്രാർത്ഥനയുണ്ടോ? സ്തോത്രം കുറയും. അതങ്ങനെ കുടുംബ പ്രാർത്ഥനയുണ്ടോ? കുടുംബ പ്രാർത്ഥന വേറെ, രഹസ്യ പ്രാർത്ഥന വേറെ. കുടുംബ പ്രാർത്ഥനയുടെ വിടുതൽ തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കുമായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഇടവും വലവും ഇരിക്കുന്ന ആരാണെന്ന് നോക്കൂ. ഒരാൾക്കെങ്കിലും കൈ കൊടുത്തിട്ട് ഒരു ചോദ്യം, കുടുംബ പ്രാർത്ഥനയുണ്ടോ? ആൻസർ കിട്ടിയിട്ടേ മുഖം മാറ്റാവൂ. യെസ് ഓർ നോ കേട്ടിട്ടേ മുഖം മാറ്റാവൂ. കുടുംബ പ്രാർത്ഥനയുണ്ടോ? കുടുംബ പ്രാർത്ഥനയുടെ വിലയുണ്ട്. നിങ്ങൾ ആ വാക്യം വായിച്ചു തുടങ്ങിയത് കേട്ടോ? എങ്ങനെയാ വായിച്ചേ? ഒരിക്കൽ കൂടെ ആ വാക്യം നമ്മൾക്ക് കേൾക്കാം. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. അതാണ് അവിടുത്തെ അർജൻസി, അതാണ് അവിടുത്തെ അത്യാവശ്യം. നിന്റെ നാഴിക വന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്. നാഴിക വന്നിരിക്കുന്നു. യേശു ഈ കുടുംബ പ്രാർത്ഥന നടത്താൻ ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ തയ്യാറായതിന്റെ രഹസ്യം നാഴിക വന്നിരിക്കുന്നു. എന്തിന്റെ? ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഏൽപ്പിക്കപ്പെടേണ്ടതിന്റെ നാഴിക, ദൈവപുത്രനായ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കേണ്ടുന്നതിന്റെ നാഴിക, ദൈവപുത്രനായ ക്രിസ്തുവിനെ തള്ളിപ്പറയേണ്ടുന്നതിന്റെ നാഴിക, ദൈവപുത്രനായ ക്രിസ്തു ലോകം കണ്ടിട്ടില്ലാത്ത കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടതിന്റെ നാഴിക, ദൈവപുത്രനായ ക്രിസ്തു അത്ഭുത അടയാളങ്ങളെല്ലാം ചെയ്തു തികച്ച ശേഷം കാൽവറിയിൽ മരക്കുരിശിൽ ആണികളിൽ തൂങ്ങേണ്ടുന്ന നാഴിക വന്നിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. ബ്രദർ, സിസ്റ്റർ, നിങ്ങളുടെ കുടുംബത്തിലെ പ്രാർത്ഥനയുടെ അർജൻസി മനസ്സിലാക്കണം. കേട്ടില്ല? അത് മനസ്സിലാക്കിയാലേ പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ ദൈവദാസൻ നിങ്ങളുടെ കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ വ്യാപരിക്കുന്ന പ്രശ്നത്തിന്റെ പരിഹാരത്തിന് സഭ ഉപവസിക്കണമെന്ന് താല്പര്യപ്പെടുന്നവരാണ് നിങ്ങൾ. ആത്മാവിൽ ഞാൻ പറയട്ടെ, ഒരു ദൈവദാസൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അതിലേറെ ശക്തിയും അഭിഷേകവും വ്യാപരിക്കണമോ? നിങ്ങൾ ഹസ്ബൻഡും വൈഫും നിങ്ങളുടെ കുഞ്ഞുങ്ങളും കരങ്ങൾ കോർത്തു പിടിച്ചിരുന്ന് മുറിക്കകത്തിരുന്ന് അന്യ ഭാഷ പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. അത്ഭുത അടയാളങ്ങൾ ഈ 2018 തീരുന്നതിന് മുമ്പ് സംഭവിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കുടുംബങ്ങളോടാ സംസാരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കുടുംബനാഥന്മാരോടാ സംസാരിക്കുന്നത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ കൂടിയിരിക്കുന്ന പ്രാർത്ഥനാ വീരരായ ദൈവ മക്കളോടാണ് സംസാരിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് പ്രചോദനമായി ജനത്തെ ഒരുമിച്ച് കൂട്ടി, കുടുംബത്തെ ഒരുമിച്ച് കൂട്ടി, കുഞ്ഞിനെ ഒരുമിച്ച് കൂട്ടി, ഭാര്യയെ ഒരുമിച്ച് കൂട്ടി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. യേശുവിന്റെ നാമത്തിൽ മാറാത്ത രോഗശക്തികൾ ഇന്നു രാത്രി ഇതിന്റെ കുടുംബം വിട്ട് മാറാൻ പോകുകയാ.
അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. ഇന്ന് രാത്രി അങ്ങനെ തീരുമാനമെടുക്കുന്നവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കപ്പെടട്ടെ. അടയാളത്തോടെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം ഇറങ്ങി വരുവാൻ പോകുകയാ. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. യേശുവിന്റെ നാമത്തിൽ മനുഷ്യപുത്രൻ പിടിക്കപ്പെടുവാൻ പോകുന്നു എന്ന് സമയത്തിന്റെ അർജൻസി അത്യാവശ്യം മനസ്സിലാക്കി യേശു പ്രാർത്ഥിക്കുന്നു. 1 തൊട്ട് 5 വരെയുള്ള വാക്യം തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പക്ഷെ രഹസ്യമല്ല, കേൾക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. 6 തൊട്ട് 19 വരെയുള്ള വാക്യം ശിഷ്യന്മാർ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. അതിനുശേഷം 20-ാം വാക്യം തൊട്ട് സമൂഹത്തിന് വേണ്ടി, അഥവാ പിൽക്കാലത്ത് ശിഷ്യന്മാരുടെ ശുശ്രൂഷയാൽ ദൈവഭാഗത്ത് കടന്നു വരേണ്ട ലോകത്തിലുള്ള സകല വിശ്വാസികൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയെല്ലാം വളരെ പ്രത്യേകതയുള്ളതാണ്. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകതയാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ പഠിച്ച് വചനത്തിന്റെ മുന്നിൽ നിന്ന് വിടുതലേറ്റെടുത്ത് ഭവനങ്ങളിലേക്ക് മടങ്ങാൻ പോകുന്നത്. എല്ലാ പ്രാർത്ഥനയ്ക്കും ഒരു പെറ്റീഷൻ ഉണ്ട്. ഹലോ, എല്ലാ പ്രാർത്ഥനയ്ക്കും ഒരു എയിം ഉണ്ട്. ഒരു പക്ഷേ നിങ്ങൾ 1 മണിക്കൂർ പ്രാർത്ഥിക്കും, പക്ഷെ ആ പ്രാർത്ഥനയുടെ മെയിൻ ഫോക്കസ്, ദ കോർ, ഏറ്റവും മെയിനായ ഒരു ഭാഗമുണ്ട്. അത് പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ യേശു ഉരുവിടുന്നുണ്ട്. എന്താണ് യേശുവിന്റെ പെറ്റീഷൻ? അതിരിക്കട്ടെ, ഇന്ന് രാത്രി സഹോദര സഹോദരി, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലെ പ്രധാന പ്രമേയം എന്നാ? ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ മകന്റെ പേര് പറഞ്ഞ്, മകളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റിക്വസ്റ്റ്, മെയിൻ റിക്വസ്റ്റ്, പ്രമേയം, ഏറ്റവും പ്രധാനപ്പെട്ട പെറ്റീഷൻ, യാചന, അതെന്താണ്? യേശു എന്താ പ്രാർത്ഥിച്ചേ? ഒരിക്കൽ കൂടെ വായിക്കൂ പാസ്റ്റർ. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തേണം. Glorify your son so that the son may glorify you. നിന്റെ പുത്രനെ നീ മഹിമപ്പെടുത്തണം. എന്തിനാ? പുത്രൻ പിതാവിനെ മഹിമപ്പെടുത്താൻ. അപ്പൊ എന്താണ് പെറ്റീഷൻ? ദൈവമേ, പിതാവേ, നീ മഹിമപ്പെടണം. അതാ സ്തോത്രം പറഞ്ഞോണ്ടോ? അത്രേ പറയൂ, അത് മതി. എന്താണ് പ്രാർത്ഥനയുടെ പെറ്റീഷൻ? പിതാവാം ദൈവത്തിനും മഹിമയുണ്ടാകണം. ഒരിക്കൽ കൂടെ വായിച്ച് ഒന്ന് ഗഹനമായി വളരെ കുർമ്മ ബുദ്ധിയോടെ വായിച്ചാൽ നമ്മൾ ഒരു ചോദ്യം അറിയാതെ ചോദിച്ചു വെക്കും. അതിനകത്തൊരു സ്വാർത്ഥതയില്ലേ? എന്താണ് സ്വാർത്ഥത? പിതാവിനെ മഹിമപ്പെടുത്തേണ്ടതിന് ഹലോ പുത്രനെ മഹത്വപ്പെടുത്തണമേ. സ്വാർത്ഥതയുണ്ടോ? ഉണ്ടാകുമായിരുന്നു. ശുശ്രൂഷയുടെ ആരംഭത്തിലായിരുന്നു. 40 നാളത്തെ ഉപവാസം കഴിഞ്ഞിട്ട് എഴുന്നേറ്റുടനെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയല്ല, പിതാവേ, നിന്റെ പുത്രനെ നീ മഹിമപ്പെടുത്തണമേ എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന അത്ഭുതങ്ങളിലൂടെ എനിക്കൊരു മഹത്വം, കുരുടന്റെ കണ്ണു തുറക്കുമ്പോൾ ഒരു മഹത്വം, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമ്പോൾ ഒരു മഹത്വം, മരിച്ചവനെ ഉയർപ്പിക്കുമ്പോൾ എനിക്ക് മഹത്വം. അല്ലല്ല, ആ പ്രാർത്ഥന മിനിസ്ട്രിയുടെ തുടക്കത്തിലെ പ്രാർത്ഥനയല്ല, മിനിസ്ട്രിയുടെ ഒടുക്കത്തെ പ്രാർത്ഥനയാ. എന്താ പ്രാർത്ഥിച്ചേ? നിന്റെ നാമം മഹിമപ്പെടണം. ബ്രദർ സിസ്റ്റർ, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലെ പ്രധാന വിഷയം എന്നിലൂടെ, എൻ്റെ കുഞ്ഞിലൂടെ, എൻ്റെ അപ്പനിലൂടെ, എൻ്റെ അമ്മയിലൂടെ, ഞങ്ങളുടെ ബിസിനസ്സിലൂടെ, ഞങ്ങളുടെ ജോലിയിലൂടെ, ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ, ഞങ്ങളുടെ സഭയിലൂടെ നിന്റെ നാമം മഹിമപ്പെടണം. എന്താ വിടുതൽ നടക്കാത്തെ? എന്താ അത്ഭുതം നടക്കാത്തെ? മഹിമ നീ എടുക്കുന്നതാ. നിന്റെ പ്രാർത്ഥനയിൽ മൊത്തം നിന്റെ ബിസിനസിനെ പ്രൊജക്ട് ചെയ്യുന്നു. കണ്ടോ? നിന്റെ പ്രാർത്ഥനയിൽ ഉടനീളം നിന്റെ കുടുംബങ്ങളെ പ്രൊജക്ട് ചെയ്യുന്നു. നോ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ നാമത്തിന് മഹിമ കൊടുക്ക. യേശുവിൻ നാമത്തിൽ അത്ഭുതം വെളിപ്പെടുവാൻ പോകുകയാ. അത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? മിനിസ്ട്രിയുടെ ഒടുക്കത്തിൽ വളരെ പ്രാഗൽഭ്യത്തോടെ ദൈവം തമ്പുരാൻ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, നിന്റെ നാമം മഹിമപ്പെടേണ്ടതിന് എന്നെ എങ്ങനെ? ക്രൂശിതനായ ക്രിസ്തു, അത് ദൈവം തമ്പുരാന് മഹിമയാണ്. അത് മനസ്സിലാവുന്നുണ്ടോ? മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഭൂമിയിലേക്ക് ചയച്ച തന്റെ സ്വന്തം ഓമന പുത്രൻ കാൽവറിയിൽ മരിച്ചാൽ ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തീകരിക്കുന്നതിനാൽ അത് പിതാവിന് മഹിമയാണ്. പക്ഷേ കാൽവറിയിലെ മരണത്തോടുകൂടെ അവസാനിക്കപ്പെട്ട ദൈവത്തിന് മഹിമ, പക്ഷെ പുത്രന് മഹിമയില്ല.
അതാണ് പ്രാർത്ഥന. പിതാവേ, കാൽവറിയിലെ കഷ്ടതയോടുകൂടെ, കാൽവറിയിലെ ക്രൂശീകരണത്തോടുകൂടെ ഞാൻ തള്ളപ്പെട്ടവനായി നീ മഹിമയെടുക്കാനല്ല, പഴയ അനുഭവത്തിലേക്ക് എന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് ഒരു 3-ാം നാളിലെ ഉയർത്തെഴുന്നേൽപ്പ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ നടക്കപ്പെടേണ്ടതിന് നീ മഹിമപ്പെടണം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുക, കർത്താവേ, നിന്റെ നാമം എൻ്റെ വീട്ടിലൂടെ മഹിമപ്പെടണം, നിന്റെ നാമം എൻ്റെ പഠനത്തിലൂടെ മഹിമപ്പെടണം, നിന്റെ നാമം എൻ്റെ സെക്യുലർ ജോലിയിലൂടെ മഹിമപ്പെടണം, എൻ്റെ സെന്റർ മൂലം പരിശുദ്ധാത്മാവ് ഉയരപ്പെടണം, ദൈവനാമം മഹിമപ്പെടണം. അടുത്ത വാക്യത്തിലേക്ക് ഞാൻ വേഗത്തിൽ പോകട്ടെ. അടുത്ത വാക്യത്തിലേക്ക് കടന്നു പോകുമ്പോൾ മൂന്നാം വാക്യം ഒരു നന്ദി പ്രകാശനമാണ്. നമുക്കുണ്ടല്ലോ പ്രാർത്ഥനയിൽ നന്ദി പ്രകാശം. കർത്താവേ, 2018 ഇതെല്ലാം നീ ചെയ്തതിനാൽ സ്തോത്രം. യേശുവും പ്രാർത്ഥിച്ചു. വായിച്ചു കേൾക്കാം. ഏകസത്യതയുമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. അതിന് മുൻപുള്ള വാക്യം ഒരിക്കൽ കൂടെ വായിക്കാമോ പാസ്റ്റർ? നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. നിത്യജീവനെ കൊടുക്കേണ്ടതിന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. പുത്രനാം ദൈവം, പിതാവാം ദൈവത്തോട് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നീ എനിക്ക് അധികാരം തന്നു. പക്ഷെ എന്തിനാ? എന്നെ കേട്ടവർക്ക് നിത്യജീവൻ കൊടുക്കാൻ. അപ്പൊ അത്ഭുതമോ, അപ്പൊ രോഗശാന്തി, അപ്പൊ വിടുതൽ, അതെല്ലാം അതിന്റെ പാർട്ടാണപ്പ. നീ എനിക്ക് അധികാരം തന്നത് നിത്യജീവൻ കൊടുക്കാൻ വേണ്ടിയാ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഞാൻ അധികാരം ഉപയോഗിച്ചു, പ്രസിദ്ധം ചെയ്യുകയാണ്. എടുക്കപ്പെടുന്ന സമയത്തിനു മുൻപ് പിതാവാം ദൈവത്തിനു മുന്നിൽ ശിഷ്യന്മാർ കേൾക്കയാ പ്രാർത്ഥിക്കുന്നതെന്ന് ഓർക്കണം. നീ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ ആളിരിപ്പുണ്ട്, നിന്റെ പ്രാർത്ഥന അങ്ങനല്ലല്ലോ എന്ന് പറയാൻ ആളിരിക്കെ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ യേശു പ്രാർത്ഥിക്കുകയാണ്. നീ എനിക്ക് തന്ന അധികാരം നാട്ടിൽ അത്ഭുതം നടത്താനല്ല ഞാൻ ഉപയോഗിച്ചത്, എന്നെ കെട്ടവരുടെ നിത്യരക്ഷ വെളിപ്പെടുത്തി നിന്റെ പേര് മഹിമപ്പെടാൻ. അപ്പോൾ അത്ഭുതം നടന്നു, അപ്പോൾ വിടുതൽ നടന്നു, അപ്പോൾ സൗഖ്യം നടന്നു. എൻ്റെ അധികാരത്തിന്റെ ലക്ഷ്യം ജനത്തിന്റെ നിത്യജീവനായിരുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആ സർവശക്തനായ യേശുവിനെയാണ് ഇന്ന് രാത്രിയിൽ നമ്മളിവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. അവന് അധികാരമുണ്ട്, അവന് ശക്തിയുണ്ട്. എന്തിനാ? ഇന്ന് രാത്രിയിലും നിത്യജീവനെ നൽകി തരുവാൻ. ബ്രദർ സിസ്റ്റർ, ആണ്ടുകളായി ദൈവവചനം കേട്ടിട്ടും വചനത്തിന് മുന്നിൽ കീഴടങ്ങുവാൻ കഴിയാതെ, വചനകൽപ്പനയെ അനുസരിക്കുവാൻ കഴിയാതെ നിന്നെ നിത്യജീവനെ തടസ്സപ്പെടുത്തുന്ന, നിത്യരക്ഷയെ തടസ്സപ്പെടുത്തുന്ന പ്രകൃതിയുടെ ശക്തിയുടെ മേൽ നസ്രയനായ യേശുവിന് അധികാരമുണ്ട്. നിന്റെ നിത്യജീവനെ തടസ്സപ്പെടുത്തുന്ന, നിന്റെ കുടുംബത്തിലുള്ളവരുടെ മാനസാന്തരത്തിന് തടസ്സമായി നിൽക്കുന്ന പിശാചിന്റെ അധികാരങ്ങളെ തകർക്കുവാൻ നസ്രയനായ യേശുവിന് ദൈവം തമ്പുരാൻ അധികാരം കൊടുത്തിട്ടുണ്ട്. ആണ്ടുകളായി നിന്റെ കുടുംബത്തിലെ തലമുറയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, ഇന്നു രാത്രിയിൽ ആത്മാവ് പറയുന്നു, അവരുടെ നിത്യ രക്ഷയെ തടസ്സപ്പെടുത്തി വ്യാപരിക്കുന്ന സ്വർലോകത്തിലെയും അധോലോകത്തിലെയും അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്നു രാത്രി വചനം കേട്ട് നീ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൈലുകൾക്കകലെ നിന്റെ കുടുംബത്തിൽ വിടുതൽ നടക്കേണ്ടതിന് അവയെല്ലാം മുട്ടുമടക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. ആത്മാവിൽ ഞാൻ കാണുകയാ, ചില വ്യക്തികളുടെ കുടുംബങ്ങളെ കർത്താവ് തൊടാൻ പോകുകയാ. അത്ഭുത സാക്ഷ്യത്തിനായി ഇന്നു രാത്രിയിൽ ദൈവാത്മാവ് ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. സഹോദര, ശക്തിയോടെ പ്രാർത്ഥിക്ക്. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തിലെ നിത്യരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. അത് തരേണ്ടതിന് ശക്തിയും അധികാരത്തോടെ വെളിപ്പെട്ടു വന്നിരിക്കുന്ന സർവശക്തനായ ദൈവം ഈ ഗ്രൗണ്ടിലൂടെ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്ര സ്വരം ഉയരട്ടെ, സ്തോത്ര സ്വരം കുറയരുത്, പ്രാർത്ഥനാ ശബ്ദം കുറയരുത്. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ സ്തുതിക്കുന്നത്, നിങ്ങൾ മഹിമപ്പെടുത്തുന്നത് സെന്ററിനെയല്ല, സെന്റർ പാസ്റ്ററെയല്ല, പ്രസംഗത്തെയല്ല, പ്രാസംഗികനെയല്ല, അധ്യക്ഷോമയനായ ദൈവ സാന്നിധ്യത്തിന് മുന്നിലിരിക്കുന്ന നീ ആവലോടെ സ്വന്തം പറയുന്നതും മഹിമ കൊടുക്കുന്നതും നിത്യരക്ഷകരുന്ന യേശുവിനെയാണ്. നിത്യജീവനെ തടയുന്ന അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുമാറാൻ പോകുകയാ. യേശുവിന് അറിയാമായിരുന്നു അത്ഭുത അടയാളങ്ങൾ, സൈൻസ് ആൻഡ് വണ്ടേഴ്സ് സെക്കൻഡറിയാണ്, പ്രൈമറി നിത്യരക്ഷ. അതിൽ സന്തോഷമുണ്ടോ? പ്രൈമറിയായ കാര്യം ഇന്ന് രാത്രി നടക്കപ്പെട്ടാൽ നീ പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിനും അത്ഭുതം ചെയ്യുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോകുകയാ.
അതിന്റെ 3-ാം വാക്യം രക്ഷയുടെ നിഗൂഢതയാണ് വെളിപ്പെടുത്തുന്നത്. വായിച്ചു കേൾക്കാം. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. എറ്റേണൽ ലൈഫിന്റെ നിത്യ രക്ഷയുടെ ഗ്രാൻഡ് ഡിസൈൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെ ഒരുവന് നിത്യരക്ഷ പ്രാപിക്കാൻ കഴിയും? യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അവൻ വിളിച്ചു പറയുകയാണ്, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന പുത്രനായ എന്നെയും ജനം അറിയുന്നതാണ് നിത്യരക്ഷ. അത് സംഭവിക്കപ്പെട്ടു, എന്റെ ശുശ്രൂഷയിൽ അത് നടക്കപ്പെട്ടു എന്ന് യേശു ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവ പൈതലേ, നിന്റെ നിത്യരക്ഷയ്ക്ക് കാരണമായി തീർന്നത് സർവശക്തനായ ദൈവത്തെ നീ അറിഞ്ഞതാ. ഇന്ന് ഉലകം വിലക്കുന്നത്, പിശാച് വിലക്കുന്നതും ദൈവ പൈതൽ നിത്യരക്ഷ പ്രാപിക്കാതിരിപ്പാനാ. എത്ര പേര് അത് തിരിച്ചറിയുന്നുണ്ട്? യേശുവിന്റെ പ്രാർത്ഥനയിലെ പ്രാഗൽഭ്യമാണ് അടുത്ത വാക്യം വെളിപ്പെടുത്തുന്നത്. 4-ാം വാക്യം വേഗത്തിൽ പോകാം. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഞാൻ ഇതുവരെ നിന്നെ മഹിമപ്പെടുത്തി. ഐ ഹിതർടു ഗ്ലോറിഫൈ യു. ഞാൻ ഇതുവരെ നിന്നെ മഹിമപ്പെടുത്തി. അപ്പൊ യേശുവിന്റെ ലക്ഷ്യം 3.5 വർഷക്കാലത്ത് തന്റെ പരസ്യ ശുശ്രൂഷയിൽ അങ്ങോളം ഇങ്ങോളം തന്റെ പേരുയരാനോ തന്റെ നാമം മഹിമപ്പെടുവാനോ ഇടകൊടുക്കാതെ, പിടികൊടുക്കാതെ, ജനത്തിന് അവസരം കൊടുക്കാതെ ദൈവത്തെ മഹിമപ്പെടുത്തുവാൻ യത്നിച്ച പുത്രനെയാ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അവിടെ ഇങ്ങനെയാ പറയുന്നത്, ഐ ഫിനിഷ് ദ വർക്ക്. ഞാൻ എന്റെ പ്രവൃത്തി തികച്ചു. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈ പ്രാഗൽഭ്യമുണ്ട്? വിശ്വാസികളോട് മാത്രമല്ല, അഭിഷക്തരായ എൻ്റെ സ്നേഹിതരോട്, നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾക്കൊരു പ്രാഗൽഭ്യമുണ്ടോ? ഐ ഫിനിഷ് ദ വർക്ക്. ഞാൻ എൻ്റെ വേല തികച്ചു. ആമേൻ. ദൈവമേ, നീ എന്നെ ഭരമേൽപ്പിച്ച വേല ഞാൻ തികച്ചു എന്ന് യേശുവിനെ പോലെ. അവിടെ കൊടുത്തിരിക്കുന്ന പദപ്രയോഗം ഗ്രീക്കിലെ എറ്റിലിയോസിയ എന്ന പദമാണ്. ആ പദത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ്, കംപ്ലീറ്റഡ് ഇൻ പെർഫെക്റ്റ് മാനർ. വെറുതെ ചെറുത് ചെയ്തെന്നല്ല, ഞാൻ നിന്റെ മുന്നിൽ ചെയ്തത് നീ ആഗ്രഹിച്ചതുപോലെ പെർഫെക്റ്റ് ആയി ചെയ്തു. അത് പാസ്റ്റർ അല്ല പറയേണ്ടത്, അത് ഭാര്യയല്ല പറയേണ്ടത്, അത് ഭർത്താവല്ല പറയേണ്ടത്, അത് നിന്റെ കൂട്ടു സഹോദരനല്ല പറയേണ്ടത്. നീ ചെയ്തത് പെർഫെക്റ്റ് ആയിരുന്നു എന്ന് ഇന്നു രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയണം. എന്താ സ്വോത്രം വരാത്തെ? എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? പെർഫെക്റ്റ് ആയി ഞാൻ ചെയ്തു എന്ന് ദൈവം ഏൽപ്പിച്ച പദ്ധതികളെ ചെയ്തു തീർക്കുമ്പോൾ ഇന്നു രാത്രിയിൽ ആർക്ക് പറയാൻ കഴിയുമോ? അവരെ യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾക്ക് ഇന്നു രാത്രിയെ പരിശുദ്ധാത്മാവ് തയ്യാറാക്കി കൊണ്ടുവരാൻ പോകുകയാ. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്. വർക്ക് ഷുഡ് ബി പെർഫെക്റ്റ്. നിങ്ങളുടെ പ്രവൃത്തി പെർഫെക്റ്റ് ആയിരിക്കണം. ഹല്ലേലൂയ. വർക്ക് പെർഫെക്റ്റ് ആയിട്ട് മുട്ടുമടക്കിയാലേ കണ്ണുനീര് വരൂ. ഹലോ, മനസ്സിലായില്ലല്ലേ? പെർഫെക്റ്റ് വർക്ക് ചെയ്തിട്ട് ദൈവം നിന്നിലൂടെ എന്തു ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അത് ചെയ്തു എന്ന് ഉറപ്പുണ്ടായിട്ട് മുട്ടുമടക്കിയാൽ ആരും പറയാതെ നിന്റെ കണ്ണിൽ കണ്ണീരുണ്ടാകും. ആ കണ്ണുനീരിന്റെ മുന്നിൽ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുമെന്ന് ആത്മാവിൽ ഇന്ന് രാത്രി ഞാൻ ദൂത് പറയുകയാണ്. നിന്റെ കണ്ണുനീർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തളർന്നു പോകാനല്ല. പഴയ കാലങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് കണ്ണുനീരുണ്ടായിരുന്നു. എത്ര വർഷങ്ങളായി നീ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീര് നഷ്ടപ്പെട്ടിട്ട് ഇന്ന് രാത്രി പഴയ കണ്ണുനീരിന്റെ അനുഭവം ജീവിതത്തിൽ തിരിച്ചു വരണമെങ്കിൽ ഞാൻ ദൈവത്തിന്റെ മുന്നിൽ ചില പ്രവർത്തികൾ ചെയ്തു തികച്ചുവെന്ന് ശക്തിയോടെ, പ്രാഗൽഭ്യത്തോടെ ദൈവവേദന പറയാൻ കഴിയണം. എത്ര പേർക്ക് അങ്ങനെ പറയാൻ കഴിയും? എത്ര പേർക്ക് അങ്ങനെ ഒരുങ്ങപ്പെടണമെന്ന് രാത്രിയിൽ ആഗ്രഹമുണ്ട്? അവരെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ തൊടുവാൻ പോകുന്നത്. ഇനി നമ്മൾ ഫാമിലി പ്രയറിലോട്ട് കടക്കുകയാണ്. യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന. രാത്രിയിലെ ചോദ്യം മറക്കരുത്, വാട്ട് യു ആർ പ്രേയിങ്? എന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? മറുപടി കണ്ടിട്ടേ വീട്ടിൽ പോകാവൂ. എന്താണ് നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന? വീടിൻ്റെ കതകും ജനലുമെല്ലാം അടച്ച് രാക്കാലങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പുറത്തു നിന്നുള്ള ഒരാൾ ശ്രദ്ധിച്ചാൽ, ചെവിവട്ടം പിടിച്ച് നിങ്ങൾ എന്താ പ്രാർത്ഥിക്കുന്നതെന്ന് കേട്ടാൽ ചിരിക്കാൻ ഇടവരരുത്. യേശു എന്നാ പ്രാർത്ഥിച്ചേ? കേൾക്കാം, വായിക്കൂ 6-ാം വാക്യം. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു.
നീ അവരെ എനിക്ക് തന്നു. ഹോൾഡ് ഓൺ ഒരു സെക്കൻഡ് നിർത്ത്. നീ എനിക്ക് തന്ന മക്കൾ. കുടുംബ പ്രാർത്ഥനയാണ്, മറക്കരുത്. തൻ്റെ വചനം അനുഷ്ഠിക്കുന്ന ശിഷ്യന്മാരായ തൻ്റെ മക്കളോട്, തൻ്റെ കുടുംബാംഗങ്ങളോട് ചേർന്നിരുന്ന് യേശു പ്രാർത്ഥിക്കുകയാണ്, നീ എനിക്ക് തന്ന മക്കൾ. ഉറപ്പുണ്ടോ? ഇന്ന് രാത്രി മാതാവെ പറയാൻ കഴിയുമോ, എൻ്റെ മകൻ, നീ എനിക്ക് തന്ന മകൻ, എൻ്റെ മകൾ, നീ എനിക്ക് തന്ന മകൾ, എൻ്റെ വിശ്വാസി, നീ എൻ്റെ സഭയ്ക്ക് ദാനം തന്ന മകനും മകളും. ആ ശബ്ദം കേൾക്കാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുക. നീ തന്ന മകനാ, നീ തന്ന മകളാ, സ്വതവേ ഉരുവായി വന്നതല്ല, നീ എനിക്ക് ദാനം തന്നതാ. ആയിരങ്ങൾ തലമുറയില്ലാതെ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് തലമുറയെ ദാനം തന്നൊരു ദൈവമുണ്ടെന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി പറഞ്ഞാലേ തലമുറയിൽ വിടുതൽ നടക്കത്തുള്ളെന്ന്. ഹലോ, വിശ്വസിക്കുന്നുണ്ടോ? യേശുവിന്റെ ശിഷ്യന്മാരാരും വെറുതെ ശിഷ്യന്മാരായതല്ല. നാട്ടിൽ ആയിരങ്ങൾ ഉണ്ടായിരിക്കെ ഒരുക്കമുള്ള, ചുറുചുറുക്കുള്ള, പ്രവർത്തിക്കാൻ മിടുക്കുള്ള, സന്നദ്ധരായ, ദൈവശക്തി വെളിപ്പെടുത്തുവാൻ ആവലോടെ യേശുവിനെ പിൻപറ്റിയ ചിലരെ ഡിസൈപ്പിളായി തിരഞ്ഞെടുത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പറയുക, നീ എനിക്കു തന്ന മക്കൾ. ഹല്ലേലൂയ. യേശുവിന്റെ പ്രാഗൽഭ്യം വെളിപ്പെടുത്തുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പഠിക്കാൻ പോകുകയാ. ആ പ്രാർത്ഥനാ ശബ്ദം ഇങ്ങനെ തുടരുന്നു. 1, നിന്റെ നാമത്തെ ഞാൻ അവർക്ക് വെളിപ്പെടുത്തി. സഹോദര, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ എന്ത് വെളിപ്പെടുത്തി? ഇല്ല, ഞാൻ സ്വതന്ത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യല്ല, അത് കുറയുമെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി ചങ്ക് പൊട്ടണം. ദൈവത്തിന് മഹിമ കൊടുക്കാതെ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ കുടുംബക്കാർക്കും മഹിമ കൊടുക്കുന്ന എൻ്റെ പ്രാർത്ഥന ഞാൻ അവസാനിപ്പിക്കണം. ദൈവത്തിന് മഹിമ കൊടുക്കണം. ദൈവമേ, നീ തന്ന നിന്റെ മക്കൾ, എനിക്കു നീ തന്ന മക്കൾക്ക് നിന്റെ നാമം ഞാൻ വെളിപ്പെടുത്തി. എൻ്റെ പേരല്ല, ഹലോ, എൻ്റെ പേരല്ല, നിന്റെ നാമത്തെ ഞാൻ വെളിപ്പെടുത്തി. യേശുവിന്റെ നാമം വെളിപ്പെടുത്തുന്ന മാതാവാണോ നീ? പ്രാർത്ഥനാ മുറിയിൽ മുട്ടുമടക്കുമ്പോൾ തന്നെ നിന്റെ തലമുറയിൽ മേൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തി പൊട്ടാൻ പോകുകയാ. രാത്രി ചില കുടുംബങ്ങളെ തൊടുകയാ. യേശുവിന്റെ നാമത്തെ റിസീവ് ഇറ്റ്. ഇപ്പോൾ തന്നെ അത് പ്രാപിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന പിതാവേ, നീ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതകാലത്ത് എൻ്റെ തലമുറ എൻ്റെ കൂടെ നിന്നപ്പോൾ യേശുവിന്റെ നാമത്തെ ഞാൻ വെളിപ്പെടുത്തിയെന്ന് ഉറപ്പുണ്ടായിട്ട് ഉപവാസം ഒന്ന് തുടങ്ങി, ഉപവാസം പ്രസിദ്ധം ചെയ്ത് അവസാന നാളിൽ പോകാതെ ഉപവാസത്തിന്റെ ആരംഭത്തിൽ തന്നെ നിന്റെ കുടുംബത്തിലെ വിഷയത്തിന് വിടുതൽ നടക്കാൻ പോകുന്നു. ഉറപ്പുണ്ടോ? എത്ര പേര് ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കുടുംബത്തിലെ തലമുറയ്ക്ക് ഞാൻ എൻ്റെ നാമം, നിന്റെ നാമം, പിതാവിൻ്റെ നാമം, കർത്താവായ യേശുവിൻ്റെ നാമം വെളിപ്പെടുത്തി എന്ന ഒരു പ്രാഗൽഭ്യം പ്രാർത്ഥനയ്ക്ക് മുഴങ്കാൽ മടക്കുമ്പോൾ ദൈവ പൈതന് വേണം. 2, അടുത്തത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അവർക്ക് എന്ത് കൊടുത്തു? വചനം കൊടുത്തു. ബ്രദർ, നിങ്ങൾ എന്ത് കൊടുത്തു? ഹലോ സിസ്റ്റർ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എന്തു കൊടുത്തു? എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള പ്രാഗൽഭ്യം? നിങ്ങൾ പറയും, ഞാൻ വിദ്യാഭ്യാസം കൊടുത്തു പാസ്റ്റർ, ഞാൻ വീട് വെച്ച് കൊടുത്തു പാസ്റ്റർ, ഞാൻ പണം കൊടുത്തു, ഫെസിലിറ്റി കൊടുത്തു, നല്ല കോളേജിൽ അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു, പിന്നെ എന്ത് കൊടുത്തു? ലോകത്തിലുള്ളതെല്ലാം ഞാൻ കൊടുത്തു. പക്ഷെ മറന്നുപോയതൊന്നുണ്ട്, വചനം. ഈ ശബ്ദ പരിധിക്കുള്ളിൽ കേൾക്കുന്ന മാന്യ സഹോദര സഹോദരി, ദൈവത്തിന്റെ വചനം കൊടുക്കാതെ നീ എന്തു കൊടുത്താലും അത് ഫലവത്താകുകയില്ല. വെളിപ്പെടുവാൻ കഴിയാതെ വ്യാപരിക്കുന്ന പാരമ്പര്യ ശക്തികളുടെ പോരാട്ടം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കിട്ടുന്നത് വഴിമാറാൻ പോവുകയാണ്. ആ വചനശക്തി വെളിപ്പെടുവാൻ കഴിയാതെ, അതുകൊണ്ട് വചനത്തിന് മുന്നിൽ നിനക്ക് ആരാധിക്കാൻ കഴിയാത്തത്, വചനത്തിൽ എൻജോയ് ചെയ്യാൻ കഴിയാത്തത്, വചനശക്തി വെളിപ്പെടാതെ മറ്റെന്തൊക്കെയോ നിനക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ മറവിലും നിഴലിലും അതിന്മേലും നിൽക്കുന്ന നിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ പൊളിച്ചെടുത്തായി ഇന്നു രാത്രി നിനക്ക് മാറ്റാൻ കഴിഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്.
പിറകിലിരിക്കുന്നവർ ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ട് ആത്മസാന്നിധ്യം ഓടുകയാ. ഞാൻ ഈ ഗ്രൗണ്ടിൽ കണ്ടിട്ടുള്ള ദൈവാത്മാവിന്റെ അതേ ചൈതന്യം ഇന്നു രാത്രിയിൽ ചിലരെ തൊട്ടുകൊണ്ടിരിക്കുകയാ യേശുവിന്റെ നാമത്തിൽ. അത് ഞാൻ കാണുന്നു. ഇപ്പോൾ തന്നെ അത് സംഭവിക്കപ്പെടട്ടെ. ഈ വചനം കേൾക്കപ്പെടുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തിലെ വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്താതെ പോരാടുന്ന പിശാചിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ പോകുകയാ. ദൈവദാസന്മാർ ശക്തിയോടെ പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ തലമുറയ്ക്ക് നിങ്ങൾ കൊടുത്തു പരാതി. ദൈവദാസനെ, നിങ്ങളുടെ പ്രാർത്ഥനാവലിയിൽ ഒരു കണ്ണീരുണ്ട്. എന്റെ മകന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ, എനിക്ക് നല്ലൊരു വീടില്ലല്ലോ, എനിക്ക് നല്ല സ്വത്തില്ലല്ലോ, ഞങ്ങൾക്ക് നല്ല ബാങ്ക് ബാലൻസ് ഇല്ലല്ലോ. വചനമുണ്ടോ? അത് മതി. വചനം കൊണ്ട് നിന്റെ തലമുറ ഉയരപ്പെടാൻ പോകുകയാ. വചനം കൊണ്ട് നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാ. വചനം കൊണ്ട് നിന്റെ തലമുറ ദേശത്തിൽ മാനിക്കപ്പെടാൻ പോകുകയാ. നിങ്ങളുടെ തലമുറകളെ വചനം കൊണ്ട് അനുഗ്രഹിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തി ഇന്നു രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. രക്തത്താലും വചനത്താലും വചന ശക്തി വെളിപ്പെടട്ടെ. വചനം കൊണ്ട് നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മറുപടി എന്നവണ് തലമുറയെ വചനം കൊണ്ട് നിങ്ങൾ തൊടാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ശക്തിയോടെ ആഗ്രഹിക്കട്ടെ. വചന ശക്തി തലമുറയ്ക്ക് വെളിപ്പെടുമ്പോൾ വഴിയെ അടച്ച് നന്മ കൊടുക്കത്തിൽ നിന്ന് പോരാടി നിൽക്കുന്ന കെട്ടുകളെ പൊട്ടിച്ച് 2019 ലോകമറിയുന്ന, ജനമറിയുന്ന, ബന്ധുക്കളറിയുന്ന നന്മ തലമുറയ്ക്ക് വെളിപ്പെടുന്ന വർഷമാണ്. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഇവിടെ വെളിപ്പെടട്ടെ. ദൈവശക്തി ഇറങ്ങി വരികയാണ്. ഓരോ ശരീരങ്ങളെ കർത്താവ് തുടങ്ങിയ അലസരായിരിക്കുന്നത് ആത്മാവിൽ ഞാൻ പറയുന്നു. വചനം കൊടുത്ത കുടുംബങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഇറങ്ങി വരാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇവിടെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവിടെ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിനായി ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു. മാതാവേ, നിങ്ങൾ കൺഫേം ചെയ്യേണ്ടത് നിന്റെ മകൻ ഇന്ന് പാല് കുടിച്ചോ എന്നല്ല, നിന്റെ മകൻ ഇന്ന് ഭക്ഷണം കഴിച്ചോ എന്നല്ല. ഇന്ന് നീ കൺഫേം ചെയ്യേണ്ടത് നിന്റെ തലമുറ വചനം ഭക്ഷിച്ചു. വചനം കൊണ്ട് രാത്രി തീരുമാനിക്കുക. ഞാൻ എന്റെ തലമുറയ്ക്ക് വചനം കൊടുക്കും. നിന്റെ തലമില്ലാതെ അവർ എപ്പോഴൊക്കെ എന്റെ മുന്നിലുണ്ടോ എന്റെ നാവിൽ പരിശുദ്ധാത്മാവ് വെച്ചു തന്ന വചനത്തെ ഞാൻ പകരും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുടുംബനാഥനെ, നിന്റെ കുടുംബ പ്രാർത്ഥനയിൽ അത്ഭുതം നടക്കാൻ പോകുന്നു. 1, ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തി. 2, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തു. 3, എനിക്കൊരു അഷുറൻസ് ഉണ്ട്, എനിക്കൊരു ഷ്യൂരിറ്റി ഉണ്ട്. എന്താണെന്നറിയാമോ? അവർ അത് പ്രമാണിച്ചു. ഹലോ യേശു പറയുകയാണ്, എനിക്കൊരു ഷ്യൂരിറ്റിയുണ്ട്. ഞാൻ വചനം കൊടുത്ത എൻ്റെ കുടുംബാംഗങ്ങളായ ശിക്ഷീയ ഗണങ്ങൾ ആ വചനത്തെ പ്രമാണിച്ചു. അതാ ഇന്ന് വേണ്ടേ. ആ ഷ്യൂരിറ്റിയാ വേണ്ടത്. എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? വളരെ ശക്തിയോടെ ഹല്ലേലൂയയും സ്തോത്രം പറഞ്ഞ് വിടുതലേറ്റെടുത്ത ചിലരുടെ സ്തോത്രത്തിൻ്റെ ശക്തി ഈ ഗ്രൗണ്ടിൽ കുറഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ആത്മാവിൽ പറയുന്നു, വ്യക്തിയെ നീ നോക്കരുത്, ആളിനെ നീ നോക്കരുത്, അടുത്തിരിക്കുന്നവരെ നീ നോക്കരുത്. ആത്മബലത്തോടെ ശക്തിയോടെ നീ പറയുന്ന ഒരു സ്തോത്രത്തിന് മുന്നിൽ നിന്റെ അടുത്തിരിക്കുന്നയാളിന് അത്ഭുതം നടക്കുമെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാ. അതിപ്പോൾ തന്നെ സംഭവിക്കട്ടെ. ആരെയോ കണ്ട് ഭയന്നിരിക്കുന്നത് പോലെ, എന്തോ ഒരു പ്രത്യേകത കണ്ടിട്ട് പേടിച്ചിരിക്കുന്നത് പോലെ ഇവിടെ ഇരിക്കുവാനല്ല. വചനം കേൾക്കുന്ന ദൈവവേദൻ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകുക. അധികാരം പറയുന്ന പിശാചിന്റെ ബന്ധനം തകർക്കപ്പെട്ട് ഇത് രാത്രി ചിലർ വിടുതൽ പ്രാപിച്ച് എഴുന്നേൽക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നടക്കട്ടെ. ഒരു ദൈവദാസനും നിന്റെ തലയെ കൈവച്ചിട്ടല്ല. വചന ശക്തിയ വചനം പ്രമാണിക്കുന്ന തലമുറ എന്റെ വീട്ടിലുണ്ട്. എന്റെ യേശുവേ എന്ന് വിളിച്ചു. എന്റെ മകൻ വചനം പ്രമാണിച്ചു വളരണം. എന്റെ മകൻ വചനം പ്രമാണിക്കുന്നവരാ. എന്റെ കുടുംബാംഗങ്ങൾ വചനം പ്രമാണിക്കുന്നവരാ. ഉറപ്പുണ്ടോ? യേശുവിന്റെ നാമത്തിൽ എന്റെ പ്രാഗൽഭ്യത്തിന്റെ പ്രാർത്ഥന കേട്ടിട്ട് സ്വന്തം ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ
നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, അപ്പാ എൻ്റെ കുഞ്ഞവിടുത്തെ വചനം പ്രമാണിക്കണം അപ്പാ. എൻ്റെ മകന് ജോലി കിട്ടിയില്ലേലും കുഴപ്പമില്ല, അവൻ എൻ്റെ വചനം പ്രമാണിക്കണം. എൻ്റെ കുടുംബാംഗങ്ങൾക്ക് സെക്യൂരിറ്റി ഒന്നും നടന്നില്ലെങ്കിൽ ഒരനുഗ്രഹം കിട്ടിയില്ലേലും സാരമില്ല, അവർ എൻ്റെ വചനം പ്രമാണിക്കണം. പ്രാർത്ഥിക്കും, മാതാവേ നിന്റെ കണ്ണുനീരിന് മുന്നിൽ ഇന്ന് രാത്രിയിൽ ഒരു അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ നടക്കാൻ പോകുകയാ. മറ്റൊന്നും നീ ആഗ്രഹിക്കേണ്ട, വചനം പ്രമാണിക്കുന്ന തലമുറ ചെറുവക്കൽ എഴുന്നേൽക്കട്ടെ. ആശുവർത്തിയുള്ള മാതാപിതാക്കൾ മുഴങ്കാൽ മടക്കട്ടെ. അസാധാരണത്വമുള്ള അത്ഭുതം യേശുവിന്റെ നാമത്തിൽ 2019 ഈ ദേശത്തിൽ ദൈവം ചെയ്യാൻ പോകുകയാ. വിശ്വസിക്കൂ, ചില തലമുറകളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. ഇവിടെ ഇരിക്കുന്ന ചില കുഞ്ഞുങ്ങൾ ശക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ആത്മശക്തി കൊണ്ട് രാത്രി നിങ്ങൾ നിറയുന്ന രാത്രിയാ. ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത പദ്ധതികൾ ആ അച്ഛമരിക്കുന്ന മകളെ പരിശുദ്ധാത്മാവ് തുടങ്ങിയ ഒന്നാമതിരിക്കുന്ന മകളെ, ആത്മാവിന്റെ വാഗ്ദത്തം നിന്റെ കുടുംബത്തിലുണ്ട്. നിന്നെ കുറിച്ച്, നിന്റെ ജീവിതത്തെ കുറിച്ച്, ഉയർച്ചകളെ കുറിച്ച്, അടുത്ത ലെവലിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഭവനത്തിൽ വരച്ചു കാട്ടിയ വാഗ്ദത്ത ശക്തികൾ വിടുതലിനെ തടസ്സപ്പെടുത്തുവാൻ വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ അധികാരം അതിപ്പോ തന്നെ തകരാൻ പോവുകയാ. നീ ഉന്നതങ്ങളിൽ എത്തേണ്ടവൻ, നീ ഉയർച്ച പ്രാപിക്കേണ്ടവൻ. ആത്മീയ മണ്ഡലത്തിലും ഭൗതിക മണ്ഡലത്തിലും ഒരുപോലെ ഉയർച്ച പ്രാപിക്കുമെന്ന് മനസ്സിലാക്കി അവരത്തിൽ അനുഗ്രഹത്തോട് വളർത്തപ്പെട്ട് വാഗ്ദത്തത്തോട് പോരാടുന്ന ശത്രുവിന്റെ സകല അധികാരവും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിടുവാറുണ്ട്. ഈ യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ ശക്തി അവരുടെ രാത്രിയിൽ ഇറങ്ങി വരികയാണ്. ഇപ്പോൾ തന്നെ വിടുതലിന്റെ ശക്തിയോടെ ഇറങ്ങുന്നു. നീ ഇവിടെ ഇരിക്കുന്നത് അവിചാരിതമായിട്ടല്ല, പരിശുദ്ധാത്മാവ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ആത്മാവിന്റെ ശക്തി നിങ്ങളെ വെളിപ്പെടുമ്പോ നിന്റെ കുടുംബത്തോട് പോരാടുന്നു. ആ കുടുംബത്തിൽ ചില വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. ശക്തിയോടെ പ്രാർത്ഥിച്ചോട്ടെ. ശക്തിയോടെ വെളിപ്പാടല്ല വേണ്ടത്, വിടുതൽ നടക്കണം. വചനം വെളിപ്പെടുമ്പോൾ വിടുതൽ നടക്കണം. വചനത്താൽ വിടുതൽ നടക്കണം. ശക്തിയോടെ പ്രാർത്ഥിച്ചിട്ട് കൽപ്പന പ്രമാണിക്കുന്ന തലമുറകൾ ഇതിനകത്ത് എഴുന്നേൽക്കാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. 30 വയസ്സിൽ താഴെയുള്ള യൗവനക്കാർ, യുവതികൾ ഇന്ന് രാത്രി ശക്തിയോടെ പ്രാർത്ഥിച്ചോട്ട് ആത്മസാന്നിധ്യം കൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടാൻ പോകുക. ആ 3ാമത് റോയിൽ 2ാമതിരിക്കുന്ന മകനെ കർത്താവ് തൊടുകയാ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അത്ഭുത ശക്തി വെളിപ്പെടാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോട്ട് യേശുവിന്റെ നാമത്തിൽ വിടുതൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കപ്പെടട്ടെ. ഇപ്പോൾ തന്നെ മകനെ കർത്താവ് തൊടുകയാ. ദൈവശക്തി നിന്റെ ജീവിതത്തിൽ പരാജയം വിജയമായി മാറാൻ, നിന്റെ പരാജയം വിജയമായി മാറാൻ, ോടുകൂടെ മുന്നേറി വന്ന് നിന്നെ താഴ്ത്തിക്കെട്ടിയ അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുപോകേ. അത്ഭുതം നടക്കുന്നത് ശക്തിയോട് പ്രാർത്ഥിച്ചപ്പോൾ ആത്മസാന്നിധ്യത്തോടെ വ്യാപരിക്കുകയാണ്. ആര് ഇപ്പോൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും, ആര് ദൈവസന്നിധിയിൽ ആരാധിച്ചില്ലെങ്കിലും, ആരാധിക്കുന്നവരും ദൈവാത്മാവിന്റെ വിടുതൽ സംഭവിക്കാൻ പോകുകയാണ്. സഹോദരി, ദൈവാത്മാവിന്റെ ശക്തി നാവ് തുറക്കൂ, വായികൾ തുറക്കൂ. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ ഭാഷയെ അവർ അനുവദിക്കുന്നില്ല. പ്രാർത്ഥനയ്ക്ക് ഒരൊറ്റ ഭാഷയേ ഉള്ളൂ. ശക്തിയോടെ പ്രാർത്ഥിക്കുക. അത്ഭുതം വെളിപ്പെടട്ടെ. വചനം പ്രമാണം അനുസരിക്കുന്ന തലമുറ ഞങ്ങൾക്കുണ്ട്. പ്രമാണം അനുസരിക്കുന്ന ഒരു മകൾ എനിക്കുണ്ട്. പ്രമാണം അനുസരിക്കുന്ന ഒരു മകൻ എന്റെ വീട്ടിലുണ്ട്. ചിലരെ തൊടുന്നു. ദൈവത്തിന്റെ ആത്മാവ് തൊടുകയാ. യേശുവിന്റെ നാമത്തിൽ
വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോട്ട്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോട്ട്. ദൈവാത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വരട്ടെ. അസാധാരണമായ ദൈവശക്തിയെ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തിട്ട് വചനം പ്രമാണിക്കുന്നവരുടെ ദാരിദ്ര്യം നമ്മുടെ നാട്ടിൽ തീരാൻ പോകുകയാണ്. നഷ്ടപ്പെട്ട ജോലി യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. ഈ ഒരു ഫോൺ കോൾ ലഭിക്കപ്പെടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒരൊറ്റ കാര്യം വചനം പ്രമാണിക്കണം. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതം, നഷ്ടപ്പെട്ട നന്മ തിരിച്ചു വരുന്നു. വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചു. സംഭവിക്കട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ വിടുതലിന് വെളിപ്പെടുമ്പോൾ എന്റെ ഭാവി മണ്ഡലത്തെ അടയ്ക്കുന്ന, എന്റെ വിദ്യാഭ്യാസ മണ്ഡലത്തിന് ഉയരം ചൂടായി നിൽക്കുന്ന പൈശാചിക ശക്തികളുടെ ബന്ധനം ഇപ്പോൾ തന്നെ വിട്ടുമാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുടുംബ അനുഭവങ്ങളെ തകർക്കുന്ന അന്ധകാര ശക്തികൾ വിട്ടുമാകട്ടെ. Oh Jesus, oh Jesus, oh Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. അവർ വചനം പ്രമാണിച്ചു. ആശുപത്രി യേശുവിനുണ്ടായിരുന്നു. അവർ വചനം പ്രമാണിച്ചു. ഹല്ലേലൂയ. 9-ാം വാക്യത്തിൽ യേശു പറയുകയാണ്, വായിക്കൂ. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. ഹലോ, ഇത് വായിച്ച് കേട്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. അടുത്തിടയ്ക്ക് ഒരു ചങ്ങാതി പ്രസംഗിക്കുന്ന കേട്ടു, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെന്ന്. അല്ലവേ അല്ല, ഇവിടുത്തെ അർജൻസിയാണ് വിഷയം. ഹലോ, അത്യാവശ്യം, അത് നമുക്ക് വിശ്വാസികൾക്കും അറിയില്ല, അത്യാവശ്യം മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ. ഞാൻ പറയുന്നില്ല, പോട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കേണ്ട വിഷയം, ഫോക്കസ്. ഇപ്പോൾ നാഴികയെടുത്തത് കൊണ്ട് ശിഷ്യന്മാരെ വിട്ടുപിരിഞ്ഞ് ഉയരത്തിൽ പോകുവാൻ യേശു ആഗ്രഹിക്കുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥനയാ. അത് തിരിച്ചറിയണമെങ്കിൽ 20-ാം വാക്യം കൂടെ ചേർത്ത് വെച്ച് വായിക്കണം. 20-ാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട്, ഉലകത്തിലുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആവശ്യമാണ്. അഥവാ ഇവരിലൂടെ വിശ്വാസത്തിലേക്ക് വരുവാനുള്ള സകല വ്യക്തികൾക്കും വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആവശ്യം മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. ഫൈറ്റ് ഫോർ ഫാമിലീസ്. കുടുംബത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകുക. അതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. ഇസ്രായേലിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ സെക്കൻഡറിയ മാതാവേ. ഹലോ, കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, തലമുറയുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അത് നടക്കപ്പെട്ടാൽ ദേശത്തിൽ നിങ്ങൾ ഉയർത്തപ്പെടുവാൻ പോകുകയാ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് അതിനു വേണ്ടി തയ്യാറാകുന്നുണ്ട്? ഫൈറ്റ് ഫോർ ദ ഫാമിലീസ്. കുടുംബങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ തയ്യാറെടുക്കുന്ന ചില അപ്പന്മാരെയും അമ്മമാരെയും ചെറുവക്കൽ ഗ്രൗണ്ടിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മഷിയിട്ട് അടയാളപ്പെടുത്തുവാൻ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അതിന് കാരണം, പ്രാർത്ഥിക്കുവാനുള്ള കാരണം, ഞാൻ ഇനി ഭൂമിയിൽ ഇരിക്കുന്നില്ല, അവരോ ഭൂമിയിൽ ഇരിക്കുന്നു. അതുകൊണ്ടാ പ്രാർത്ഥിക്കണ്ടേ. എന്തിനു നിന്റെ മകന് വേണ്ടി പോരാടി പ്രാർത്ഥിക്കണം? അമ്മേ, നിങ്ങളുടെ മകൾക്ക് വേണ്ടി എന്തിനു നിങ്ങൾ പോരാടി പ്രാർത്ഥിക്കണം? കാരണം അവർ ഭൂമി ജീവിക്കുന്നുണ്ടാ. നമ്മളാരും അമാനുഷികരല്ലെന്നേ. നിന്റെ തലമുറ അമാനുഷികരല്ല. തെറ്റ് ചെയ്ത സന്തതിയെ കണ്ടിട്ട് മുഖം തിരിച്ച അവനോ എന്ന് പറഞ്ഞ് നോക്കുന്ന നോട്ടം ശരിയല്ലെന്ന്. നിങ്ങളുടെ പഴയ കാലത്ത് പോകും. നിങ്ങളും തെറ്റ് ചെയ്തവരാ. തെറ്റിനെ തിരുത്താൻ ദൈവത്തിന്റെ ആത്മാവിൽ തയ്യാറെടുത്ത് തലമുറയ്ക്ക് വേണ്ടി പോരാടാൻ ഈ ഉലകത്തിൽ ജീവിക്കുമ്പോൾ വിശുദ്ധിയോടവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിന് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാകും? അവരിലാ ഇന്ന് രാത്രി കർത്താവ് വിടുതൽ ചെയ്യാൻ പോകുന്നത്. അവരെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ഉലകത്തിൽ ഇരുന്നാൽ പ്രാർത്ഥിക്കണം. നിങ്ങൾ ലോകത്തിലാണെന്ന് ബോധ്യമുണ്ടോ? നിങ്ങൾ കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് ബോധ്യമുണ്ടോ? പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ അധികമായി ഉയർന്നു വരുമ്പോൾ, കാർമേഘം മാനത്തു കയറുമ്പോൾ, മനസ്സിനകത്ത് ഭീതി ജനിക്കുന്ന നിമിഷങ്ങളായി ജീവിതത്തിൽ പ്രതികൂലം അടിച്ചടിച്ച് ഇനി എന്താകുമെന്ന് ഭാരപ്പെടുന്ന അനുഭവങ്ങൾ ഉള്ളുമ്പോൾ വിശ്വാസ ജനം മുഴങ്കാൽ മടക്കി പണ്ടു പ്രാർത്ഥിച്ചതിനേക്കാൾ അധികം പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അതാണ് അർജൻസി.
നിങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇനി യേശുവിൻ്റെ പ്രയർ റിക്വസ്റ്റ് രത്ന ചുരുക്കമായി ഞാൻ പറഞ്ഞിട്ട് ആ ഭാഗം അവസാനിപ്പിക്കും. 11-ാം വാക്യത്തിന്റെ ബി പാർട്ട്. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. പ്രയർ ഫോർ ദ യൂണിറ്റി, ഐക്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന. സഹോദരി, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ എന്താണ് പ്രാർത്ഥിക്കുന്നത്? ചോദ്യം ആവർത്തിക്കുന്നു, ഉത്തരം കണ്ടെത്തണം. ബ്രദർ, നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ എന്താണ് എന്താണ് നിന്റെ വീടിന് വേണ്ടേ? എന്താണ് നിന്റെ കുടുംബത്തിന് വേണ്ടത്? ബ്രദർ, സിസ്റ്റർ, ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ഐക്യത്തിന് വേണ്ടിയാ. ഐക്യം വീട്ടിലുണ്ടോ എല്ലാം. ഒരു നല്ല അല്ലേരിയ പറയുന്നേ. അപ്പനും അമ്മയും തമ്മിൽ, പേരൻസും കുഞ്ഞുങ്ങളും തമ്മിൽ, കുഞ്ഞുങ്ങൾ തമ്മിൽ ഐക്യമുള്ള വീടാണോ? എല്ലാം ഉണ്ട്. ഐക്യമുള്ളവർ മാത്രം സ്വത്രം പറഞ്ഞാൽ മതി. വീട്ടിൽ ഐക്യമുള്ളവരെ ഇപ്പം മുഖത്ത് നോക്കിയാൽ തിരിച്ചറിയാം. ഐക്യത, അതാണ് അത്യന്താപേക്ഷിതം. നിന്റെ കുടുംബത്തിലെ നടക്കപ്പെടുന്ന ചില വിടുതലുകൾ പിശാചിന് ഇഷ്ടമല്ല. അതെന്താ? മകൻ കാറ് വാങ്ങിക്കുന്നതല്ല, നിങ്ങൾ 2 നില വീട് വെക്കുന്നതല്ല, മകൾക്ക് വിദേശയാത്ര ഒരുങ്ങുന്നതല്ല, നിങ്ങൾക്ക് നല്ല സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതല്ല. പിന്നെ ഇഷ്ടമല്ലാത്ത കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾ ഒരു മനസ്സോടെ ഒത്തൊരുമയോടെ വീട്ടിലിരിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. തിരിച്ചറിയണം. ആരൊക്കെയോ ഇന്ന് രാത്രിയിൽ അത് തിരിച്ചറിയുന്നുണ്ട്. കരയുന്ന ചില മുഖങ്ങളെ ഞാൻ കാണുന്നു. കുടുംബത്തിനകത്ത് ഐക്യത നഷ്ടപ്പെടുത്തിയ അന്ധകാര ശക്തി സിസ്റ്റർ നിന്റെ കുടുംബത്തിൽ നിന്ന് രാത്രി വിട്ടുപോകയാ. പല വർഷങ്ങളായി നിന്റെ കുടുംബത്തോട് പോരാടി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പോലും കഴിയാതെ ഐക്യതയെ തടസ്സപ്പെടുത്തിയ അന്ധകാര ശക്തികളുടെ ബലം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ തകരപ്പെടട്ടെ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേരതിനു വേണ്ടി തയ്യാറാകുന്നുണ്ട്? നിങ്ങൾ ഭാഗ്യമുള്ളവരാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? വൈകുന്നേരം നിങ്ങളിട്ട് പ്രാർത്ഥിക്കുന്ന ആ പായിനകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മകനും മകളും മുട്ടുമടക്കിയാൽ, അയ്യോ, അതാ വലിയ അനുഗ്രഹം. മനസ്സിലാവുന്നില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? എത്ര പേരുടെ വീട്ടിൽ അതുണ്ട്? വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ മുഴങ്കാൽ മടക്കുമ്പോൾ നിങ്ങളോടൊപ്പം മുഴങ്കാൽ മടക്കി കൈകോർത്ത് പ്രാർത്ഥിപ്പാൻ മകനോ മകളോ അടുത്തുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. മകൾ ഒരു വിഷയത്തിന് തോറ്റുപോയിക്കാണ്, സാരമില്ലെന്നേ, അവൾ പ്രാർത്ഥിക്കാൻ നിന്റെ കൂടെ ഉണ്ടോ? അത് മതി. ആരോടൊക്കെ വന്ന് രാത്രിയിൽ ദൈവാത്മാവ് സംസാരിക്കുക. വിശ്വാസത്തോടെ ഏറ്റെടുത്താട്ട് ഐക്യതയോടെ. സിസ്റ്റർ, നിന്റെ ഹസ്ബൻഡ് നിന്റെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കാളിയാകുന്ന സഹോദരനാണോ? നീ ഭാഗ്യവതിയാണ്. അതൊന്നുമല്ല നമ്മൾ ഭാഗ്യമായി കണക്കാക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാ പറയുന്നു, വീട്ടിൽ ആദ്യം വേണ്ടത് ഐക്യതയാണ്. കുടുംബനാഥനായ യേശു കുടുംബക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒന്നാമത്തെ പ്രാർത്ഥന വീട്ടിൽ ഐക്യത, സഭയിൽ ഐക്യത, ദേശത്തിൽ ഐക്യത, പാസ്റ്റർമാരിൽ ഐക്യത, സംഘടനകളിൽ ഐക്യത, പ്രസ്ഥാനങ്ങളിൽ ഐക്യത ഉണ്ടോ? ഈ സെന്ററും ഈ സെന്ററിന്റെ പ്രവർത്തനവും ചെറുവക്കൽ കൺവെൻഷനും ഇവിടെ ശക്തിയോടെ നടക്കാൻ കാരണം പ്രസംഗിക്കുന്നവരുടെ മിടുക്കല്ല, എന്റെ പിന്നിലിരിക്കുന്നവരുടെ ഐക്യതയാ. മനസ്സിലായില്ല? ആത്മാവിൽ തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതേറെ ഐക്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മകനും മകളെയും ഐക്യപ്പെടുത്താൻ ഇന്ന് രാത്രി ദൈവശക്തി നിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങി വരുന്നത് കണ്ണു തുറന്ന് യേശുവിന്റെ നാമത്തിൽ അത് കണ്ടാട്ട്. ഐക്യത വേണം, ഐക്യത, അതാണ് ഏറ്റവും പ്രധാനം. യേശു ആദ്യം പ്രാർത്ഥിച്ചത് അതാ. അവിടെ യേശുവിന്റെ ഒരു ഇന്റഗ്രിറ്റി വെളിപ്പെടുത്തുന്നുണ്ട്, ഒരു സത്യസന്ധത. പ്രാർത്ഥിക്കുന്നത് ഈ സത്യസന്ധത വേണമെന്നേ. വീട്ടുകാരുടെ മുന്നിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ച സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഞാനും നീയും, അയ്യോ ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും. ഏതപ്പൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? ആ അപ്പൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. ആ അപ്പന്റെ സന്തതി അനുഗ്രഹിക്കപ്പെട്ട സന്തതിയാ. ഏതമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? യേശുവേ, ഞാൻ നിന്നോടൊന്നായിരിക്കുന്നത് പോലെ എന്റെ മകളും നിന്നോടൊന്നാകണം. കരയുന്ന മാതാവേ ശാഠ്യം പിടിക്കാവൂ, മകള് കരഞ്ഞു പ്രാർത്ഥിക്കണമെന്ന്.
ഉള്ള സ്വത്രം മൊത്തവും പോയി. കൈയടിക്കുന്ന അപ്പനെ ആഗ്രഹിക്കാവും മകൻ കൈതട്ടണമെന്ന്. You should prove your integrity in your prayers. നിങ്ങളുടെ പ്രാർത്ഥനകൾ സത്യസന്ധത വെളിപ്പെടുത്ത. ഞാനും നീയും ഒന്നായി ഇരിക്കുന്നത് പോലെ ഇവരും നിന്നിൽ ഒന്നായി മാറണം. ഇനി രണ്ടാമതൊരു ഇന്റഗ്രിറ്റി വെളിപ്പെടുത്തുന്നുണ്ട് അടുത്ത വാക്യത്തിൽ. ഇത് അറിഞ്ഞിട്ടേ പ്രാർത്ഥിക്കുക, വെറുതെ പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥന സത്യസന്ധമായാൽ പ്രാർത്ഥിച്ചെഴുന്നേൽക്കുന്നതിന് മുൻപ്, ആമേൻ പറയുന്നതിന് മുൻപ് സ്വർഗം തുറക്കുമെന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ദൈവപൈതലോടും കർത്താവ് ദൂത് വിളിച്ചു പറയുകയാണ്. അടുത്തത് യേശു എന്തിനാ പ്രാർത്ഥിച്ചേ? വായിക്കൂ പാസ്റ്റർ 11b പാർട്ട് ഒരിക്കൽ കൂടെ. പരിശുദ്ധ പിതാവേ, യെസ്, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണം. സുരക്ഷിതത്വം. വീട്ടിൽ എന്നാ വേണം? ഐക്യം വേണം. രണ്ട്, എന്തു വേണം? വലിയ വീടുണ്ടാകുന്നതിനു മുമ്പ്, നല്ല നന്മ കിട്ടുന്നതിനു മുൻപ്, ഹൈ സാലറി സ്കോർ ചെയ്യുന്നതിന് മുൻപ് നിനക്ക് വേണ്ടത് സുരക്ഷിതത്വമാണ്. ഹല്ലേലൂയ. ഉറപ്പുണ്ടോ ഇന്ന് രാത്രി നിങ്ങൾക്ക് സുരക്ഷിതത്വമുണ്ടെന്ന്? നിങ്ങളുടെ തലമുറയ്ക്ക് സുരക്ഷിതത്വമുണ്ടെന്ന്? നിങ്ങളുടെ തലമുറ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളല്ല അവരുടെ പഠനത്തിന്റെ സുരക്ഷിതം സർവശക്തനായ ദൈവമാണ്. എത്ര പേർ ഇത് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ കാലിൽ അണിഞ്ഞിരിക്കുന്ന ഗ്രിപ്ലെഡ് ഷൂ അല്ല താഴെ വീഴാതെ, ഇടറി വീഴാതെ നിങ്ങളെ നിർത്തുന്നത് കരം പിടിച്ച് നിങ്ങളെ വഹിച്ചിരിക്കുന്ന സർവശക്തനായ ദൈവമാണ്. ബ്രദർ, വളരെ നാളുകളായി കൂട്ടിച്ചേർക്കപ്പെട്ട ഫിക്സഡ് ഡെപ്പോസിറ്റിലല്ല നിങ്ങളുടെ കുടുംബത്തിന്റെയും തലമുറയുടെയും സുരക്ഷിതത്വം. സർവശക്തനായ യേശുവിലാണ് നിന്റെ സുരക്ഷിതത്വം. എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? എത്ര പേർ ഇത് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ നാട്ടിലില്ലാത്തതിനാൽ രാക്കാലങ്ങളിൽ സുരക്ഷിതത്വത്തിന് വേണ്ടി വീടിന്റെ 4 വശത്തേക്കും കൺതുറന്നിരിക്കുന്ന CCTV ക്യാമറകളല്ല നിന്റെ വീടിന്റെ സുരക്ഷിതത്വം. അതിനു പോകരുത്. സുരക്ഷിതത്വം സർവശക്തനായ യേശുവിന് വിട്ടുകൊണ്ട്. ഡിയർ ബ്രദർ, സോഷ്യൽ മീഡിയയിൽ നിന്റെ കുഞ്ഞിന്റെ സുരക്ഷിതത്വം നിങ്ങൾ അവരറിയാതെ നിങ്ങളുടെ ഇൻസ്ട്രുമെന്റിൽ കൊണ്ടുവച്ചിരിക്കുന്ന പാസ്വേഡ് അല്ല. ആത്മാവിൽ ഞാൻ പറയുന്നു, നിന്റെ കുടുംബത്തിൽ വ്യാപരിക്കുന്ന സർവശക്തനായ ദൈവം തമ്പുരാനാ. തിരിച്ചറിയുന്നവർ ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ആരും അറിയാത്തൊരു സുരക്ഷിതത്തിന്റെ ശക്തി. നിങ്ങളുടെ അയൽപക്കക്കാർ നല്ല അയൽപക്കമാ, അയ്യോ അത് സുരക്ഷിതത്വമല്ല. സുരക്ഷിതത്വം നിങ്ങൾ ട്രാവലിൽ നിങ്ങളുടെ അപകടമേക്കാത്തത് നിന്റെ വണ്ടിയുടെ വീലിന്റെ ഗ്രിപ്പല്ല. നിന്നെ സുരക്ഷിതമായി പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യമാണെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. സുരക്ഷിതത്വം ഉണ്ടോ? എവറിത്തിങ് ഈസ് ദേർ. എല്ലാം ഉണ്ട്. ഇനി യേശു അവിടെ ഇന്റഗ്രിറ്റി വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ നിന്റെ നാമത്തിൽ ഞാൻ അവരെ കാത്തുകൊണ്ടു. കുടുംബനാഥനെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, എത്ര പേർക്ക് ഇന്റഗ്രിറ്റിയോടെ സത്യസന്ധമായി പ്രാർത്ഥിക്കാൻ കഴിയും? ഞാൻ എൻ്റെ മകനോടും മകളോടും കൂടെയായിരുന്നപ്പോൾ നിന്റെ നാമത്തിൽ ഞാൻ അവരെ കാത്തുകൊണ്ടു. ഹല്ലേലൂയ. നിങ്ങളുടെ സുരക്ഷിതത്വത്തിന്റെ ആധാരം ക്രിസ്തു യേശുവാണ്, മറ്റൊന്നിലുമല്ല. ഇന്ന് രാത്രി ആത്മാവിൽ പറ, ബലം വെളിപ്പെടുത്തുന്ന യേശുവിന്റെ നാമത്തിൽ എന്റെ ഭവനത്തിന് സുരക്ഷിതത്വമുണ്ട്. വായി തുറന്ന് പ്രഖ്യാപിക്ക്, അത്ഭുതം വെളിപ്പെടുത്തുന്ന യേശുവിന്റെ നാമത്തിൽ എന്റെ മകൾ സുരക്ഷിതത്വമുള്ളവളാണ്. വിടുതൽ പകരുവാൻ കഴിയുന്ന നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ദൂരവേ പഠിക്കുന്ന എന്റെ മകൻ ഹോസ്റ്റലിൽ സുരക്ഷിതനാണ്. പറയും മാതാവേ, നീ എന്തിനാ ടെൻഷൻ ആകുന്നത്? നീ എന്തിനാ വറിയാകുന്നത്? നീ എന്തിനാ ഭാരപ്പെടുന്നത്? യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ നിന്റെ തലമുറയൊന്ന് രക്തക്കൊട്ടക്കുള്ളിൽ മറച്ചാട്ട് വായി തുറന്ന് യേശുവിന്റെ നാമം എന്ന് പറയൂ. വായികൾ തുറന്ന് യേശുവിന്റെ നാമത്തിൽ എന്ന് പറയൂ. ഒരു 10 പ്രാവശ്യമെങ്കിലും പറയൂ, യേശുവിന്റെ നാമത്തിൽ. വായികൾ തുറക്കൂ. യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്. യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. യേശുവിന്റെ നാമത്തിൽ എല്ലാം ഉണ്ട്. 1 ഐക്യത, 2 സുരക്ഷിതത്വം. അടുത്ത വാക്യത്തോട്ട് പോകാം വേഗത്തിൽ. അവരോട് കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. അടുത്തത്, ഞാൻ അവരെ സൂക്ഷിച്ചു. യെസ്.
തിരുവഴുത്തിന് നിവർത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ. 15-ാം വാക്യം വായിക്കൂ വേഗത്തിൽ. 15. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഹല്ലേലൂയ. ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല. വഴിതെറ്റിപ്പോകുന്ന തലമുറയെ കണ്ടിട്ട് അയ്യോ ദൈവമേ ഇവനെ അങ്ങ് എടുത്തോണേ പ്രാർത്ഥിക്കരുത്. ഡോണ്ട് കട്സ് യുവർ ബർത്ത്ഡേ. നിന്റെ ജന്മദിവസത്തെ അയ്യോബിനെ പോലെ ശപിക്കരുത്. ബ്രദർ ജോലിയെ ശപിക്കരുത്. സിസ്റ്റർ കുടുംബാംഗങ്ങളെ ശപിക്കരുത്. യേശുവിന്റെ നാമത്തിൽ നീ അവരെ കാത്തുകൊണ്ടാൽ മാത്രം മതി. എത്ര പേർ താല്പര്യപ്പെടുന്നുണ്ട്? കുഞ്ഞുങ്ങളെ, ഇന്ന് രാത്രികൾ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ വ്യാപരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ തകർച്ച പറയുന്ന പിശാചിന്റെ ശക്തിക്കെതിരെ വായി തോരാതെ യേശുവിന്റെ നാമം എന്ന് വിളിച്ചു പറയാൻ കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നിന്റെ കുടുംബത്തിൽ നടക്കാൻ പോകുകയാ. രക്തത്താലും വചനത്താലും ചില ശാപബന്ധനങ്ങൾ ഇന്നു രാത്രികൾ ശരീരം വിട്ട് അഴിയാൻ പോകുകയാ. എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ട്, ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ട്. ദൈവ സാന്നിധ്യം ഇപ്പോൾ തന്നെ ഇവിടെ വെളിപ്പെടട്ടെ. ആരും മൗനമായിരിക്കരുത്. ദൈവകൃപ ഇപ്പോൾ തന്നെ വ്യാപരിക്കുവാൻ, അധികാരം പറയുന്ന പിശാചിന്റെ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുവാൻ കുഞ്ഞുങ്ങൾ ശക്തിയോടെ പ്രാർത്ഥിക്കട്ടെ. ഈ ഗ്രൗണ്ടിൽ നിങ്ങൾ വന്നത് വെറുതെ അല്ല. ഇന്ന് രാത്രി ചിലത് പ്രാപിച്ച് നിങ്ങൾ കടന്നു പോകാൻ പോകുക. ആത്മാവിന്റെ ബലം പ്രാപിച്ച് നിങ്ങൾ കടന്നു പോകേണ്ടതിന് വായി തുറന്ന് യേശുവിന്റെ നാമം പറയൂ. യേശുവിന്റെ നാമത്തിൽ സുരക്ഷിതത്വമുണ്ട്. ദുഷ്ടന്റെ കയ്യിൽ നിന്ന് കാക്കപ്പെടണം. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫോക്കസ് മാറരുത്. ബ്രദർ, പ്രാർത്ഥനയുടെ ഫോക്കസ് മാറരുത്. മാതാവേ, പ്രാർത്ഥനയുടെ ഫോക്കസ് മാറരുത്. ഫോക്കസ് സർവശക്തനായ ദൈവത്തിൽ കേന്ദ്രീകരിക്കുക. ഉലകത്തിലുള്ളതല്ല, ഉയരത്തിലുള്ളത് ചിന്തിക്കുക. വായികൾ തുറക്കൂ, വായികൾ തുറക്കൂ. ഇപ്പോൾ തന്നെ വിടുതൽ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. പ്രാർത്ഥന ഫോം ചെയ്യ്. ഒരു ശക്തമായ പ്രാർത്ഥനയ്ക്ക് തയ്യാറാകുക. നിന്റെ കുടുംബ പ്രാർത്ഥന ദൃഢവത്തായ ഫലവത്തായ പ്രാർത്ഥനയായി തീരട്ടെ. സത്യസന്ധതയുള്ള പ്രാർത്ഥനയാകട്ടെ. വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ശിഷ്യന്മാരുടെ വിശുദ്ധീകരണത്തിന് പ്രാർത്ഥിച്ചതുപോലെ കുടുംബാംഗങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ കഴിവുള്ള ദൈവജനം എഴുന്നേൽക്കപ്പെടുമ്പോൾ ഭവനത്തിലെ തലമുറയെ പരിശുദ്ധാത്മാവ് തൊടാൻ പോകുകയാ. വിശ്വസിച്ചാട്ട്, വിശ്വസിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ വിടുതൽ നടക്കട്ടെ. ഈ ഗ്രൗണ്ടിൽ ചില രോഗികൾ സൗഖ്യമാകുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിടുതൽ വെളിപ്പെടുകയാ. യേശുവിന്റെ നാമത്തിൽ സഹോദരിമാരുടെ ഈ പോർഷനിൽ ഏറ്റവും ബാക്ക് സൈഡിൽ ഇരിക്കുന്ന ആ ഗ്രീൻ കളർ ആദ്യ ദൈവത്തിന്റെ ആത്മാവ് തൊടുക. ദൈവാത്മാവിന്റെ ശക്തി ഇപ്പോൾ തന്നെ ശരീരത്തിൽ ഇറങ്ങി വരുന്നു. ആണ്ടുകളായി ശരീരത്തോട് പോരാടുന്ന അന്ധകാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുകയാ. കരങ്ങൾ തട്ടി 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 ശക്തിയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞാട്ട്, വിശ്വാസത്തോടെ നന്ദി പറഞ്ഞാട്ട്, വിശ്വാസത്തോടെ നന്ദി പറഞ്ഞാട്ട്, ശക്തിയോടെ നന്ദി പറഞ്ഞാട്ട്. റിസീവ് ചെയ്യൂ. വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നതിന്റെ കുടുംബത്തിൽ ഒരു അത്ഭുതം ഇപ്പോൾ തന്നെ നടക്കപ്പെടട്ടെ. രക്തത്താലും വചനത്താലും വ്യാധിയോടെ വന്നവർ ശക്തിയോടെ പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങൾ ശക്തിയോടെ പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ എനിക്കൊരു വിടുതൽ വേണം. അപ്പാ, എന്നെ സൗഖ്യമാക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്റെ വീട്ടിൽ ഐക്യത തരണമേ, എന്റെ വീട്ടിൽ സന്തോഷം തരണമേ, എന്റെ വീട്ടിൽ സന്തോഷം തരണമേ. യേശു പ്രാർത്ഥിച്ചതുപോലെ പറയൂ, എന്റെ വീട്ടിൽ സന്തോഷം തരണമേ. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? വീട്ടിൽ സന്തോഷമുണ്ടോ? കുഞ്ഞുങ്ങളുമായി ഒരുമിച്ചിരുന്ന് നിന്റെ വീട് സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരിക്കലും അനുഗ്രഹമല്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്ക്. എൻ്റെ മക്കളോട് ചേർന്ന് എനിക്ക് സന്തോഷിക്കണം. എൻ്റെ ഭാര്യയോട് ചേർന്ന്, എൻ്റെ ഭർത്താവിനോട് ചേർന്ന്, എൻ്റെ അപ്പനോട് ചേർന്ന്, എൻ്റെ അമ്മയോട് ചേർന്ന് ക്രിസ്തുവിൽ സന്തോഷിക്കണം. ദൈവരാജ്യത്തിൻ്റെ അവകാശിയായതിൻ്റെ സന്തോഷം, ദൈവപുത്രന്റെ കുടുംബാംഗമായതിൻ്റെ സന്തോഷം. എത്ര പേർക്കുണ്ട്? എത്ര പേർക്കുണ്ട്? കർത്താവ് തൊടാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിടുതൽ സംഭവിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അടുത്തിരിക്കുന്ന ആൾ ആരാധിക്കുന്നോ, കണ്ണടച്ചിട്ടുണ്ടോ, അവർ പ്രാർത്ഥിക്കുന്നുണ്ടോ, അവരാരെങ്കിലും പോകുന്നുണ്ടോ എന്ന് നോക്കാതെ ശക്തിയോടെ പ്രാർത്ഥിക്കപ്പെടട്ടെ. ഇപ്പോൾ തന്നെ പ്രാർത്ഥന ശബ്ദത്തിന് മുന്നിൽ വിടുതലിന് വേണ്ടി സ്വർഗം ചെവിചായിക്കാൻ പോകുകയാ. എല്ലാ കണ്ണുകളും അടച്ച് ശക്തിയോടെ വ്യാധിയോടെ വന്നവർ നിങ്ങളുടെ വലതുകരം ഉയർത്തി പ്രാർത്ഥിച്ചാട്ട് ഇപ്പോൾ തന്നെ കർത്താവ് നിങ്ങളെ തൊടാൻ പോകുകയാ. വ്യാധിയോടെ വന്നവർ വലതുകരം ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തിലുള്ള രോഗശാന്തി ഇപ്പോൾ തന്നെ വെളിപ്പെടാൻ പോകുകയാ. കരങ്ങളെ തട്ടി യേശുവിന്റെ നാമത്തിൽ ആ കരം ഉയർത്തി പിടിച്ചിരിക്കുന്നവരുടെ മേൽ ദൈവശക്തി ഇപ്പോൾ തന്നെ ഇറങ്ങുന്നു. വ്യാധിയോട് വന്ന് കരം ഉയർത്തി പിടിച്ചിരിക്കുന്നവർ അവർ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ട്. വ്യാധിയോടെ വന്നവർ, ഒരു രോഗശാന്തി ആഗ്രഹിക്കുന്നവർ ഇന്ന് രാത്രി വിശ്വാസത്തോടെ എഴുന്നേറ്റാട്ട്. വീട്ടിൽ ആത്മീയ ഐക്യത ഇല്ലാതെ ഭാരപ്പെടുന്ന സഹോദര, നിന്നെ കർത്താവ് തൊടുകയാ. നീ രക്ഷിക്കപ്പെട്ടു, നീ സ്നാനപ്പെട്ടു, പക്ഷെ നിന്റെ കുടുംബത്തിൽ എന്നും പോരാട്ടമാ.
ആത്മീയ ഐക്യതയില്ല. കർത്താവ് നിന്നെ തൊടുന്നു. ഈ എഴുന്നേറ്റ് നിൽക്കുന്നവരുടെ വിശ്വാസം എത്രമാത്രം ശക്തമാണ്. ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ അത്ഭുതം നടക്കാൻ പോകുകയാ. ഈ എഴുന്നേറ്റ് നിൽക്കുന്നവർ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അധികാരം തീരാ രോഗങ്ങളെ മാറ്റുന്നതാണ്. ഈ എഴുന്നേറ്റ് നിൽക്കുന്നവരുടെ വിശ്വാസ പ്രഖ്യാപനത്തിൽ യേശുവിന്റെ നാമത്തിൽ കർത്താവ് തന്നെ ഓപ്പറേഷൻ നടത്താൻ പോകുകയാ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ താല്പര്യമുള്ള എഴുന്നേറ്റ് നിൽക്കുന്നവർ മുന്നോട്ട് ഓടി വന്നാട്ട് ഇപ്പോൾ തന്നെ ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന താല്പര്യത്തോടെ ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നവർ വേഗത്തിൽ നടന്നു തുടങ്ങിക്കാട്ട് യേശുവിന്റെ നാമത്തിൽ സഹോദരനെ കർത്താവ് തൊടുകയാ. ഇപ്പോൾ തന്നെ ശരീരത്തെ കർത്താവ് തൊടുകയാ. വിശ്വാസത്തോടെ വന്നാട്ട് ഇപ്പോൾ തന്നെ അത്ഭുതം നടക്കട്ടെ. സിസ്റ്റർ, ദൈവം നിങ്ങളെ തൊടുകയാ. നിങ്ങളുടെ ശരീരത്തിലെ രോഗപ്പോരുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികൾ തകരപ്പെടാൻ പോകുകയാ. വിശ്വാസത്തോടെ വന്നാട്ട് ഇൻ ജീസസ് നെയിം എല്ലാവരും കരങ്ങൾ തട്ടി ആരാധിച്ചു കൊണ്ടുവന്നാട്ട് കണ്ണുകൾ തുറക്കരുത്. ശക്തിയോടെ വിശ്വാസത്തോടെ ദൈവ സാന്നിധ്യം ഇവിടെ വെളിപ്പെടട്ടെ. ദൈവ സാന്നിധ്യം ഇവിടെ വെളിപ്പെടട്ടെ. അത്ഭുത രോഗശാന്തിയുടെ ശക്തി ഇറങ്ങി വരട്ടെ. അസാധാരണമായ ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ തൊടാൻ പോകുകയാ. അന്ധകാരത്തിന്റെ ബന്ധനങ്ങൾ അഴിയപ്പെടട്ടെ. ദൈവദാസന്മാർ ചിലർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിയോഗമുള്ള ദൈവദാസന്മാർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിങ്ങളുടെ കരം അധികാരത്തോടെ വെക്കുമ്പോൾ വ്യാധിയസ്ഥർ സൗഖ്യമാകാൻ പോകുകയാ. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ദൈവശക്തി അവിടെ ശിരസിൽ ഇറങ്ങി വരുന്നു. പറയുമേ ശൈലവുമെന്റെ സങ്കേതവോ കോട്ടയുമെന്റെ പറയുമേ വീഴാതെ താങ്ങുന്ന ശക്തിയോടെ യേശുവിനെ സ്തുതിച്ചിടുന്നേ. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയ നാഥനെ സ്തുതിച്ചിടുന്നേ. ശൈലവുമെന്റെ സങ്കേതവോ കോട്ടയുമെന്റെ പറയുമേ ശക്തികളും സകല വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. കഠിന ശോധന പർവ്വതങ്ങൾ ജീവിത ശാഖരെ പോരാട്ടങ്ങൾ കഠിന ശോധന പർവ്വതങ്ങൾ ജീവിത ശാഖരെ പോരാട്ടങ്ങൾ വൻതിരമാലപോ അനടിച്ചിടുമ്പോൾ മാറാത്ത നാഥനെ സ്തുതിച്ചിടുന്നേ. വൻതിരമാലപോ അനടിച്ചിടുമ്പോൾ മാറാത്ത നാഥനെ സ്തുതിച്ചിടുന്നേ. ശൈലവുമെന്റെ സങ്കേതവോ കോട്ടയുമെന്റെ പറയുമേ ശൈലവുമെന്റെ സങ്കേതവോ കോട്ടയുമെന്റെ പറയുമേ വീഴാതെ താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. കാൽവരി ക്രൂശിൽ എന്റെ കൈകാലുകളാടിയ ഏൽപ്പിച്ചോരേ. കാൽവരി ക്രൂശിൽ എന്റെ കൈകാലുകളാടിയ ഏൽപ്പിച്ചോരേ. കണ്ണുകൾ നിറയുന്നേ ഉള്ളം തുടിക്കുന്നേ രക്തം ചിന്തി എന്നെ വീഴ്ത്തതിനാ. കണ്ണുകൾ നിറയുന്നേ ഉള്ളം തുടിക്കുന്നേ രക്തം ചിന്തി എന്നെ വീഴ്ത്തതിനാ. ശൈലവുമെന്റെ സങ്കേതവോ കോട്ടയുമെന്റെ പറയുമേ ശൈലവുമെന്റെ സങ്കേതവോ കോട്ടയുമെന്റെ പറയുമേ വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നേ. മനുഷ്യരിൽ ഞാൻ ആശ്രയം വെക്കില്ല, ധനത്തിലെൻ മനം ചായുകില്ല. മനുഷ്യരിൽ ഞാൻ ആശ്രയം വെക്കില്ല, ധനത്തിലെൻ മനം ചായുകില്ല. കാഹള ശബ്ദം ഞാൻ കേട്ടിട കാലമാ കഷ്ടമെറ്റ പ്രിയൻ വന്നിടരാ. കാഹള ശബ്ദം ഞാൻ കേട്ടിട കാലമാ കഷ്ടമെറ്റ പ്രിയൻ വന്നിടരാ. ശൈലവുമെന്റെ സങ്കേതവോ
പറയുമേ ശൈലവുമെന്നേ സങ്കടമോ ഒട്ടയുമെന്നേ പറയുമേ വീഴാതെ താങ്ങുന്ന പാടാതെ കാക്കുന്ന സ്വർഗീയ നാഥനെ സ്തുതിച്ചിടുന്നേ വീഴാതെ താങ്ങുന്ന പാടാതെ കാക്കുന്ന സ്വർഗീയ നാഥനെ സ്തുതിച്ചിടുന്നേ വീഴാതെ താങ്ങുന്ന കാണാതെ കാക്കുന്ന സ്വർഗീയ നാഥനെ സ്തുതിച്ചിടുന്നേ വീഴാതെ താങ്ങുന്ന കാണാതെ കാക്കുന്ന സ്വർഗീയ നാഥനെ സ്തുതിച്ചിടുന്നേ വീഴാതെ താങ്ങുന്ന കാണാതെ കാക്കുന്ന സ്വർഗീയ സന്നിധാനത്തിൽ നമുക്ക് തലകളെ ഉണക്കാൻ വീണ്ടും പ്രാർത്ഥിക്കാം. ഈ മൂന്നാം രാത്രിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായി നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ. സന്തോഷമുള്ള ദൈവത്തോട് നന്ദിയുള്ള എല്ലാ ദൈവമക്കളും അല്പസമയം കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കർത്താവ് തന്റെ ഭൃത്യനെ വളരെ ഐശ്വര്യമായി നമുക്ക് വേണ്ടി ഉപയോഗിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായി നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. വചനം കേട്ട ഒരാൾക്ക് പോലും അത് നഷ്ടമായി തീരാതെ അവരവർക്ക് മാത്രമല്ല തലമുറകൾക്കും കുടുംബത്തിനും നാമുമായി ബന്ധപ്പെടുന്നവർക്കും ഇതൊരു വലിയ അനുഗ്രഹ കാരണമായി തീരുവാൻ ദൈവമേ അതിൻ്റെ ഉപകരണമായി അങ്ങനെ ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് സമ്പൂർണമായി നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, 26ാമത് ചെറുവക്കൽ കൺവെൻഷൻ്റെ മൂന്നാം രാത്രിയും വളരെ ഐശ്വര്യമായി അങ്ങ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ അഭിഷിക്തനെ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഉപയോഗിച്ചല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായി ഞങ്ങളോട് സംസാരിച്ചല്ലോ. ദൈവത്തിൻ്റെ വചനം ഈ പന്തലിൻ കീഴിൽ മാത്രമല്ല, ശബ്ദപരിധിക്കുള്ളിൽ കേട്ടവരിൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ മാത്രമല്ല, യഥാർത്ഥമായി ജീവിതങ്ങളിൽ വ്യാപരിക്കുവാൻ ധന്യനായ പൗലോസ് ചോദിക്കുന്നത് പോലെ ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വ്യാപരിക്കുന്നത് പോലെ അന്തരീക്ഷത്തിലല്ല, അത് ഞങ്ങളിൽ വ്യാപരിക്കത്തക്കതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഐശ്വര്യമായി വചനം ഞങ്ങളുടെ മേലെ അയച്ച അവിടുത്തെ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ തലമുറകൾക്കും പ്രിയപ്പെട്ടവർക്കും അങ്ങയുടെ നാമത്തെ വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പരാജയങ്ങൾ വന്നുപോയിട്ടുണ്ട്, കുറവുകൾ വന്നുപോയിട്ടുണ്ട്, ഉത്തരവാദിത്വങ്ങളും കടമകളും ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തെ ശോധന ചെയ്തുകൊണ്ട് കർത്താവേ അതിന് പരിഹാരം വരുത്തുവാൻ യഥാർത്ഥമായി ഞങ്ങളുടെ സന്നിധിയിൽ കേട്ട വചനത്തിനനുസരിച്ച് നിലനിൽപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ.
കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ വചനം അവർക്ക് കൊടുക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. അവർ നിനക്കുള്ളവരാണ്, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കയാൽ കർത്താവേ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. അങ്ങയോട് ചേർന്ന് ഒന്നായിരുന്നു കൊണ്ട് ആത്മാവിന്റെ ഐക്യതയിൽ ഞങ്ങൾ ഒന്നായിരിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. നിന്റെ മഹത്വം ഞങ്ങളിലൂടെ അവിടുന്ന് വെളിപ്പെടട്ടെ. അങ്ങ് ഹൃദ്യമായി സംസാരിച്ചു കൊണ്ടിരുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ദാസനെ വീണ്ടും ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ അങ്ങയുടെ വരവ് താമസിച്ചാൽ 10,000ങ്ങളുടെ വിടുതലിനും ആത്മീയ അനുഗ്രഹത്തിനും അനേക കുടുംബങ്ങളുടെ കെട്ടുപണിക്കും മുഖാന്തരമായി ദൈവം ഉപയോഗിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവേ, ഈ കൺവെൻഷനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. IPC വേങ്ങൂർ സെന്ററിനായി, ഇവിടെയുള്ളതായ ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരിക്കായി അതിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ വലിയൊരു ദാസനും കുടുംബത്തിനും കൂട്ടുപ്രവർത്തകർക്കുമായി, കിളിമാനൂർ ഏരിയയ്ക്കായി നേതൃത്വം കൊടുക്കുന്ന കർത്തൃദാസന്മാർക്കുമായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് ഐശ്വര്യമായി ദൈവത്തിൻ്റെ വചനം ജനത്തിന് പങ്കിട്ടു കൊടുക്കുവാൻ നിന്റെ അഭിഷിക്തന്മാരെ ഒരു മുഖാന്തരമായി ദൈവം ഉപയോഗിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വരവ് താമസിച്ചാൽ മേൽക്കുമേൽ ഐശ്വര്യമായി, അനുഗ്രഹീതമായി, ധന്യമായി ദൈവത്തിന്റെ വചനം പങ്കിടുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. വരും ദിവസങ്ങൾ നടക്കുന്ന യോഗങ്ങളെ കർത്താവേ അങ്ങ് അനുഗ്രഹിക്കണമേ. ഇന്നത്തേതിനേക്കാൾ ഉപരിയായി അടുത്ത ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസങ്ങളിലേക്കാൾ ഉപരിയായി അടുത്ത ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇവിടെ വ്യാപരിക്കുവാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നടക്കുവാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും വീണ്ടും മെച്ചമായി അനുഗ്രഹീതമായി ഐശ്വര്യമായി ദൈവവചനം പ്രഘോഷിക്കപ്പെടട്ടെ. വരും ദിവസങ്ങളിൽ വരുന്ന അഭിഷേക്തന്മാരെയും അതിനായി ഞങ്ങളുടെ കരങ്ങളിൽ ഉപയോഗിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി പ്രാർത്ഥിക്കുന്നു. ഈ പന്തലിലും പരിസരത്തും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലും വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ മേൽ ഇത് വിടുതലായി അനുഗ്രഹമായി തീർന്നിരിക്കാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിയട്ട്, മാറാത്ത തിരു സാന്നിധ്യം ഞങ്ങളോടുകൂടെ ഇരിക്കണം, സമാധാനത്തോടെ അയക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോട് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, വിശേഷിച്ച് വരും ദിവസങ്ങൾ നടക്കുന്നതായ കൺവെൻഷനോടും, ഇവിടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ച അങ്ങയുടെ അഭിഷേകത്തിനോടും, ഇതിന് ചുമതലപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും സകല വിശുദ്ധന്മാരോടും കൂടെ ഇപ്പോഴും കർത്താവിൻ്റെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. കർത്താവായ യേശുവേ, ആമേൻ. സ്തോത്രം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനങ്ങൾ. 26ാമത് ചെറുവക്കൽ കൺവെൻഷനിലെ ആത്മീയ ആരാധനയും ദൈവവചന ശുശ്രൂഷയും നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ വിടുതലിനും സന്തോഷത്തിനും ആനന്ദത്തിനും കാരണമായി തീർന്നുവെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, മറ്റൊരുത്തലും രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റ് ഒരു നാമവുമില്ല. പ്രിയ ശ്രോതാവേ, നിങ്ങൾ കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ രക്ഷിതാവായി സ്വീകരിച്ച് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയാണോ? ഇല്ല എങ്കിൽ ഇന്ന് തന്നെ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനയാകുന്ന ജലസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മ നിറവിൽ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ദൈവം നിങ്ങളേവരെയും സഹായിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ പ്രഭാഷണങ്ങളും ശക്തമായ ആത്മീയ ആരാധന അടങ്ങുന്നതായ DVD-കൾ ലഭിപ്പാൻ ദയവായി ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. ഇന്ത്യയിൽ മിസ്റ്റർ സാംസി ഡാനിയൽ, ഫോൺ നമ്പർ 9447766316. അമേരിക്കയിൽ പാസ്റ്റർ ജോൺസൺ ഡാനിയൽ 713-277-8647. ദൈവമായ കർത്താവ് നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.